ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയാം. വളരെ റീസെന്റ് എന്ന് പറഞ്ഞ ഒരു 4 months ബാക്ക് ഞാൻ ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടതാണ്. എ ന്യൂലി ക്വാളിഫൈഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇസ് റിക്വയർഡ് ഫോർ എ ന്യൂ കമ്പനി ഇൻ എറണാകുളം. അവർ ഓഫർ ചെയ്യുന്ന മന്ത്ലി സാലറി വാസ് 8,000 rupees. മാതൃഭൂമി ന്യൂസ് പേപ്പറിന്റെ കരിയർ കോളത്തിൽ ഞാൻ കണ്ട ന്യൂസ് ആണ്. 8,000 rupees. അതിന്റെ തൊട്ട് താഴെ ഞാൻ ഒരു പരസ്യം കണ്ടു. ആലുവയിൽ ഒരു റെസ്റ്റോറന്റിലേക്ക് പൊറോട്ട അടിക്കാൻ ആളെ ആവശ്യമുണ്ട്. The monthly salary that they are offering is 20,000 rupees. I'm not telling you that engineering is all bad. No. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മുടെ ലോകം മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളവർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ഓൺടർപ്രനേഴ്സ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് സ്റ്റിൽ ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസ് പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് പ്രൊഫഷണൽസ് ഉൾപ്പെടെ, ടെക്നിക്കലി ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് ഉൾപ്പെടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് കൂടുതൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബിക്കോസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനില്ല. നമ്മുടെ രാജ്യത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഏറ്റവും ഉയർന്ന ഒരു നിരക്കിലാണ് നിൽക്കുന്നത് എന്ന് ഓൾ ഓഫ് യു ആർ അവെയർ, റൈറ്റ്? ഈ ഒരു സിറ്റുവേഷനിൽ we are producing more and more engineers, we are producing more and more people into the job market. പക്ഷേ അവർക്ക് അതനുസരിച്ചുള്ള ഡിമാൻഡ് കിട്ടുന്നില്ല. നിങ്ങളിൽ കൊമേഴ്സ് സ്റ്റുഡൻസ് എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മൈക്രോ എക്കണോമിക്സ് പഠിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? എത്ര പേര് ഇവിടെ മൈക്രോ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട്? ക്യാൻ യു റെസ്പോണ്ട് ഇൻ ദി ചാറ്റ് ഓപ്ഷൻ? മൈക്രോ എക്കണോമിക്സ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അറിയാം, വെൻ ഡിമാൻഡ് ഇസ് ലോ ആൻഡ് സപ്ലൈ ഇസ് മോർ, എന്ത് സംഭവിക്കും? വാല്യൂ വിൽ ഗോ ഡൗൺ, അല്ലെ? പ്രൈസ് വിൽ ഗോ ഡൗൺ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് കൊമേഴ്സിലും ഒരു കോഴ്സ് ഇതേപോലൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് കോൾഡ് MBA. MBA പാസ്സായി കഴിഞ്ഞാൽ വി കൻ കോൾ അവർ സെൽസ് മാസ്റ്റേഴ്സ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ബട്ട് ഇൻ റിയാലിറ്റി നമ്മൾ മാസ്റ്റേഴ്സ് ആകുന്നില്ല, നമ്മൾ ഫ്രഷേഴ്സ് ആണ്. നമ്മൾ എൻട്രി ലെവൽ ജോബ്സിലാണ് കയറുന്നത് വിത്ത് എൻ എൻട്രി ലെവൽ സാലറി ഓഫ് 5,000 to 15,000 rupees. ഞാൻ ഈ പറഞ്ഞ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ MBAക്കും അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഒരു കാലത്ത് വൺ ഓഫ് ദി മോസ്റ്റ് ഹൈലി സോട്ട് ആഫ്റ്റർ കരിയർ ചോയ്സസ് ആയിരുന്നു. ഇന്ന് ഇങ്ങനെയാണ് സിറ്റുവേഷൻ. Again, I'm not telling you that MBA or engineering is all bad. No, I'm not telling you that. There are 5% of MBA postgraduates in India who are earning more than 3 to 5 lakhs per month. 5% of MBA postgraduates. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ they have qualified from some of the most reputed universities in this country or abroad. ഏതെങ്കിലും ഒരു IIM, സിംബയോസിസ്, XLRI ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നോ ഏതെങ്കിലും ഒരു റെപ്യൂട്ടഡ് ഫോറിൻ യൂണിവേഴ്സിറ്റി, സേ നാഷണൽ യൂണിവേഴ്സിറ്റി സിംഗപ്പൂർ, യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോ, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നോ ക്വാളിഫൈ ചെയ്ത് വന്നവരായിരിക്കും. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ക്വാളിഫിക്കേഷനേക്കാൾ ഉപരി അവരുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് they have developed certain skills, certain expertise. ആ എക്സ്പെർട്ടീസിനാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വാല്യൂ. നിങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ തീരുമാനിച്ചാലും, ഇപ്പൊ ദോശ ചുടുവാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ നിങ്ങൾ ഒരു എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾ അവിടെ ഹൈലി സക്സസ്ഫുൾ ആയിരിക്കും. അതാണ് ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത. ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ആൻ എക്സ്പേർട്ട് അറ്റ് വാട്ട് യു ആർ ഡൂയിങ്. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് ഇസ് ആൻ എക്സ്പേർട്ട് അറ്റ് വാട്ട് ഹി ഈസ് ഡൂയിങ്. ഡോക്ടർ അരുൺ കുമാർ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഡോക്ടർ അരുൺ കുമാർ. ആൻഡ് അത് മാത്രമല്ല, ഡോക്ടർ അരുൺ കുമാറിനെ ആദ്യമായിട്ട് TV-യിൽ അദ്ദേഹത്തിന്റെ പ്രസന്റേഷനും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്കുണ്ടായ കോൺഫിഡൻസ് ഭയങ്കര വലുതാണ്. ബിക്കോസ് ഞങ്ങളുടെ തല ഒരേപോലെയാണ് ഇരിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു കോൺഫിഡൻസ് ഭയങ്കര വലുതാണ്. അത്രയ്ക്ക് എന്നെ കൂടെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് നമ്മുടെ മാധ്യമ രംഗത്ത് നോക്കിയാൽ മീഡിയ, ന്യൂസ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന മുഖമാണ് ഡോക്ടർ അരുൺ കുമാർ. 24 ന്യൂസിന്റെ അവതരണ ശൈലിയും അവരുടെ എത്തിക്സും അവരുടെ ജനകീയതയും ഇത്രയധികം വളർത്താൻ, ഇത്രയധികം എപ്പിക്കാക്കി മാറ്റാനുള്ള വളരെ വലിയൊരു പങ്ക് വഹിച്ച മനുഷ്യൻ കൂടിയാണ് ഡോക്ടർ അരുൺ കുമാർ. ആൻഡ് ഹി ഈസ് ഓൾസോ എ പ്രൊഫസർ ഇൻ പാലക്കാട് വിക്ടോറിയ കോളേജ്. ഞാൻ ഒരുപാട് ഇൻട്രൊഡക്ഷൻ വെച്ച് നീട്ടുന്നില്ല. ഡോക്ടർ അരുൺ സർ, ഓവർ ടു യു. Thank you, Hari Krishnan, and thank you, friends. I'm very happy. Actually, this is a confidence sharing platform. Hari Krishnan, എൻ്റെ തല കണ്ടിട്ട് കോൺഫിഡൻസ് കൂടി എന്ന് പറഞ്ഞതുപോലെ I am also getting confidence after seeing you.
കാരണം ഇത്രയും അധികം കുട്ടികളെ ഇത്രയും നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മോട്ടിവേറ്റർ എന്ന രീതിയിൽ ഐ എം ആൾസോ ടേക്കിംഗ് സം ലെസൺസ് ഫ്രം യു. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്നെ കേൾക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഫ് യു ക്യാൻ ഹിയർ മീ, ജസ്റ്റ് എ ഹായ്. ഇനിയുള്ളൊരു 40-45 minutes വി വിൽ ടോക്ക് ലൈക്ക് ഫ്രണ്ട്സ്. നമ്മൾ സാധാരണ പറയാറില്ലേ, ലൈക്ക് യുവർ കസിൻ ബ്രദർ ഓർ ലൈക്ക് യുവർ എൽഡർ ബ്രദർ ഓർ യുവർ what do you call uncle. We are chatting each other about the life, about the journey I have went through or the path I have come over. ഇതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. along with that, കൊമേഴ്സിന് ശേഷം എന്ത് ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്, ആ ചോദ്യത്തിലേക്ക് നയിക്കാൻ ആവശ്യമായ ചില ഇൻസൈറ്റ്സ് I will share with you. So I think you can hear me, right? Hari, can you hear me, Hari? Yes, sir. Audible ആണ്. Yeah, fine, good. ശരി, എനിക്ക് തോന്നുന്നു around 200 participants are here. ഫേസ്ബുക്കിൽ നിങ്ങൾ എന്നെ കാണുന്നുണ്ട്. ഇപ്പോൾ ഹരി പറഞ്ഞ് നിർത്തിയെടുത്ത് നിന്ന് ഞാൻ തുടങ്ങാം. ഞാൻ ഷാറൂഖ് ഖാൻ സിനിമകളുടെ ഒരു വലിയ ആരാധകനാണ്. അടുത്ത കാലത്ത് ഷാറൂഖ് ഖാൻ നടത്തിയൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇതാണ്: എന്തുകൊണ്ട് ഷാറൂഖ് ഖാൻ ഒരു ഫ്രം എ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ടു സിൽവർ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ടിലേക്ക് എങ്ങനെ വളർന്നു എന്ന ചോദ്യത്തിന് ഉത്തരം, എന്തു ചെറിയ കാര്യം ചെയ്യുമ്പോഴും ഞാൻ ആ കാര്യം ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും ബെസ്റ്റായിട്ട് അത് ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിലാണ്. അദ്ദേഹം പറഞ്ഞൊരു എക്സാമ്പിൾ എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഞാൻ പല്ല് തേക്കുകയാണെങ്കിൽ ഞാൻ ലോകത്തെ ഏറ്റവും നല്ല രീതിയിൽ പല്ല് തേക്കുന്ന ഒരാളാണ് എന്നതാണ് ഷാറൂഖ് ഖാൻ പറഞ്ഞൊരു വാചകം. ഈ വാചകത്തിൽ ഒട്ടേറെ പ്രധാനപ്പെട്ട എലമെന്റുകളുണ്ട്. ഞാൻ കുറേ മനുഷ്യരുടെ ജീവിതത്തിലൂടെയാണ് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് ഞാനൊരു ഡേറ്റ് നിങ്ങളെ കാണിക്കാം. 17 July 2026 at 11 AM. Can you see this on screen? Yes, sir. Visible ആണ്. 17 July 2026 at 11 AM. 17 July എന്ന് പറയുമ്പോൾ 2026 എന്ന് പറയുമ്പോൾ 5 years from now. ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്ന കുട്ടികളുണ്ടെങ്കിൽ 1-2 പേര് വളരെ ക്വിക്കായിട്ട് ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിനൊരു ഉത്തരം നൽകണം. നിങ്ങളുടെ ഉത്തരം ഒരിക്കലും തെറ്റാവില്ല. തെറ്റാവാത്ത ഒരു ഉത്തരമാണ്, ആ ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. 17 July 2026 നിങ്ങൾ എന്തായിരിക്കും ഈ സമയത്ത് ചെയ്യുന്നത്? This is the simple question any person can ask to anyone. Whatever answer you give will be right. Can anybody? Abhishek? Shan or somebody else? Quick answer. സർ, ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഐ വിൽ ബി ഇൻ US. വേറൊരു കുട്ടി റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ACCA. Then I will become a chartered accountant, a company secretary, MCom, working for an IT company. Okay, fine. I got it, Harish. Okay, perfect. You are becoming that, or you will become that, or you became that. Actually, നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള ഒരു ഉത്തരം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 2026 ജൂലൈ മാസം 17 2026 അടുത്ത ഖത്തർ വേൾഡ് കപ്പ് കഴിഞ്ഞാലുള്ള ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്, ഫിഫ വേൾഡ് കപ്പ്. ഫിഫ വേൾഡ് കപ്പിന്റെ സംപ്രേഷണാവകാശം ആർക്കാണെന്ന് നിശ്ചയിച്ചിട്ടില്ല. മേ ബി സോണി ഓർ ടെൻ സ്പോർട്സ് ഓർ സം സ്റ്റാർ പ്ലസ് വിൽ ടേക്ക് ഇറ്റ്. സോ നിങ്ങൾ സംപ്രേഷണാവകാശമുള്ള ഒരു ടെലിവിഷൻ ക്രൂവിനോടൊപ്പം ആ ടെലിവിഷൻ കമ്പനിയുടെ ഈ വേൾഡ് കപ്പ് മാർക്കറ്റിംഗിന്റെ ചാർട്ടേഡ് പബ്ലിക് അക്കൗണ്ടന്റായി നിങ്ങൾ അമേരിക്ക, കാനഡ, മെക്സിക്കോ ഈ 3 രാജ്യങ്ങളിലെ നിങ്ങളുടെ മെഗാ സ്പോൺസേഴ്സുമായുള്ള ഡീൽ ഉറപ്പിക്കുന്ന ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് ഈ സമയം എന്ന് വിചാരിക്കുക. അതൊരു പോസിബിലിറ്റിയാണ്. അതെങ്ങനെ സാധ്യമാവും എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നതും ഹരികൃഷ്ണൻ അതിനുശേഷം നിങ്ങളെ നയിക്കാൻ പോകുന്നതുമായ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു വലിയ ജോലിയോ ഒന്നുമല്ല. നിങ്ങളിൽ ഫുട്ബോൾ ആരാധകരായിട്ടുള്ളവരുണ്ടെങ്കിൽ ലയണൽ മെസ്സി 2026 ഫുട്ബോൾ വേൾഡ് കപ്പ് കളിക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. നെയ്മർ ഒരുപക്ഷെ ഫുട്ബോളിൽ ഉണ്ടാവാം. റൊണാൾഡോയും ഒരുപക്ഷെ അടുത്ത വേൾഡ് കപ്പ് കളിക്കാനുള്ള സാധ്യതയില്ല ആഫ്റ്റർ ഖത്തർ. പക്ഷേ പുതിയ താരങ്ങളെത്തും. ആ പുതിയ താരങ്ങളുടെ ക്ലോസ് ഷോട്ടുകൾ മാത്രമല്ല, അവരുടെ മാർക്കറ്റിംഗ് ഫ്രം അടിമുടി അവരുടെ സ്പോൺസറിങ് മുതൽ അവരെ ഓൺ സ്ക്രീനിൽ എത്തിച്ച് ആ കമ്പനിയുടെ വ്യൂവർഷിപ്പിനെ നിശ്ചയിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ടീമിന്റെ ഒപ്പം നിങ്ങളൊരു സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റായി നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് കരുതുക. ഇല്ലെങ്കിൽ ആ കമ്പനിയുടെ ഇൻവെസ്റ്റർക്ക്
ഒരു ബാങ്കിങ് മേഖലയിലെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ആ കമ്പനിയെ നിങ്ങൾ പെട്ടൻ സ്പോർട്സ് ഓർ സോണി ഓർ സ്റ്റാർ പ്ലസ് ഒരു ആക്ച്വറി ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു എന്ന് കരുതുക. there is a possibility. അത് സാധ്യമാണോ എന്നാണ് ചോദ്യമെങ്കിൽ അത് സാധ്യമാണ്. ഇനി ആ ഡ്രീം നമ്മൾ ഉപേക്ഷിച്ചാൽ 5 വർഷത്തിനപ്പുറം ഈ ചിത്രം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. റിച്ചാർഡ് ബ്രാൻസൺ തന്റെ യൂണിറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്പേസ് വാഹനത്തിൽ വെർജീനിയ ഗാലക്ടിക്കയിൽ അദ്ദേഹം നടത്തിയ സ്പേസ് ട്രിപ്പാണ്. നോക്കൂ, ഈ കോവിഡ് കാലത്ത് ലോകമെമ്പാടും അടച്ചിരിക്കുമ്പോൾ, when the world is closed, when the entire world is in lockdown in mind, ഒരു ലോക്ക്ഡൗൺ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിലാണ് നമ്മൾ അടക്കമുള്ള ആളുകൾ നമ്മുടെ മനസ്സിനെ തളച്ചിട്ടിരിക്കുന്നത്. നോ ബിഗ് ട്രിപ്സ്, നമുക്ക് പ്ലഷർ ട്രിപ്പുകളില്ല, നമ്മുടെ ടൂറിസം ഇൻഡസ്ട്രി എഫക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഷോപ്സ് ആൻഡ് ഓണേഴ്സ്, ഫോർ എക്സാമ്പിൾ ദ മെർച്ചൻസ് അസോസിയേഷൻ, അവർ വലിയ പ്രതിഷേധത്തിലായിരുന്നു, അവർ വലിയ സമരം ചെയ്യാൻ പോകുകയായിരുന്നു. റീറ്റെയിൽ ഷോറൂമുകൾ അടഞ്ഞു കിടക്കുന്നു. ഇൻഡസ്ട്രിയും കൊമേഴ്സും ട്രേഡും എല്ലാം ബുദ്ധിമുട്ടിലായി കിടക്കുമ്പോഴും റിച്ചാർഡ് ബ്രാൻസൺ എന്ന ഒരു ഇൻവെസ്റ്റർ, അദ്ദേഹം ആലോചിച്ചതും സ്വപ്നം കണ്ടതും ലണ്ടനിൽ നിന്ന് സ്കോട്ട്ലൻഡിലേക്ക് പോകാനല്ല, യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകാനല്ല, പകരം എർത്തിൽ നിന്ന് സ്പേസിലേക്ക് പോകാൻ സ്വപ്നം കണ്ടയാളാണ് റിച്ചാർഡ് ബ്രാൻസൺ. when the entire world is closed, ലോകം മുഴുവൻ ക്ലോസ് ആയി കിടക്കുമ്പോൾ, ലോകം മുഴുവൻ കോവിഡിനെ തുടർന്നുള്ള ഒരു ലോക്ക്ഡൗൺ മെന്റൽ സ്റ്റേറ്റ് ഓഫ് അഫെയറിലായിരിക്കുമ്പോൾ, സ്പേസിലേക്ക് ഒരു ടൂറിസം തുടങ്ങാനുള്ള ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാണിക്കുന്ന അപാര ധൈര്യമുണ്ടല്ലോ, അതാണ് +2 കഴിഞ്ഞു നിൽക്കുന്ന, ഒരുപക്ഷെ കൊമേഴ്സ് കഴിഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥികളിൽ മിനിമം വേണ്ട ഒരു റിസ്ക് ടേക്കിംഗ് മെന്റൽ സ്റ്റേറ്റ് ഓഫ് അഫെയർ. ഇവിടെയാണ് നമ്മളുടെ ഈ ചിന്തകൾ ഏറ്റവും ക്രൂഷ്യലായ, ഏറ്റവും ചലഞ്ചിങ് ആയ ഒരു മൊമെന്റിനെ പൊട്ടൻഷ്യലാക്കി മാറ്റാൻ കഴിയുന്ന എക്സ്പേർട്ട്നെസ് ആവശ്യമുള്ളത്. റിയൽ ഹീറോസ് ഇൻ ലൈഫ് came through this risk. ഇത്തരം ചലഞ്ചുകളെ പൊട്ടൻഷ്യലാക്കി മാറ്റാൻ കഴിയുന്നവർ മാത്രമേ സർവൈവ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ സർവൈവ് ചെയ്യാനുള്ള ഒരു തലമുറയാണ് നിങ്ങളെന്ന വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. ആൻഡ് സി, ഇനി ഇതുമല്ല, നിങ്ങൾക്ക് ഈ ലൈഫും ഇഷ്ടമല്ല, ഈ ടീമിനോടൊപ്പം നിങ്ങൾ കൂടാൻ ആലോചിക്കുന്നില്ല, അടുത്ത ഈ 600 പേരോളം ബുക്ക് ചെയ്തിരിക്കുന്ന സ്പേസ് ട്രിപ്പിൽ നിങ്ങൾ 6 വർഷത്തിനു ശേഷം ഈ സ്പേസ് ട്രിപ്പിനെ നിയന്ത്രിക്കുന്ന ഒരുപക്ഷെ എന്താണ് ആമസോണിന്റെ ജെഫിന്റെ കമ്പനിയിലോ അതല്ലെങ്കിൽ റിച്ചാർഡ് ബ്രാൻസന്റെ കമ്പനിയിലോ നിങ്ങൾക്ക് ഒരു സ്പേസ് കിട്ടുന്നു എന്നിരിക്കട്ടെ. ആ സ്പേസ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് ആയിട്ടോ ആക്ച്വറി ആയിട്ടോ മാത്രമല്ല, റിച്ചാർഡ് ബ്രാൻസന്റെ ഇൻവെസ്റ്റ്മെന്റുകളെ അഡ്വൈസ് ചെയ്യുന്ന ഏഷ്യയിലെ ഹെഡായി, ഒരു കോണ്ടിനെന്റൽ ഹെഡായി, കോണ്ടിനെന്റൽ അക്കൗണ്ടന്റ് ഹെഡായി നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് കരുതുക, നിങ്ങൾ റിക്രൂട്ട് ചെയ്തു എന്ന് കരുതുക. ഇതൊക്കെ സാധ്യമാണോ എന്നുള്ളതാണ് ചോദ്യം. റിച്ചാർഡ് ബ്രാൻസന് ലോക്ക്ഡൌൺ കാലത്ത് സ്പേസിലേക്ക് ഒരു ട്രിപ്പ് നടത്താനുള്ള ആശയം ഉണ്ടാകാമെങ്കിൽ, അതിലൊരു ഇന്ത്യക്കാരിയായ പെൺകുട്ടിക്ക് അതിൽ പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ, അതും നാസയിൽ ആദ്യം അപേക്ഷിച്ച് പരാജയപ്പെട്ടു പോയൊരു വനിത പിന്നീട് ഈ പറയുന്ന സ്പേസ് ട്രിപ്പിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ, ഇതും നമുക്ക് സാധ്യമാണ്. നമ്മൾ എങ്ങനെയാണ് അത് സാധ്യമാക്കുന്നതെന്നാണ് ഇനി വഴിയെ പറയാൻ പോകുന്നത്. ഇനി ഇതൊന്നുമില്ല, 2026 വീണ്ടും ഇലക്ഷൻ നടന്ന് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിൽ, ഈ ചടങ്ങിൽ നിങ്ങളിൽ ഒരാൾ ഉണ്ട് എന്ന് കരുതുക. സിവിൽ സർവീസ് എക്സാം കഴിഞ്ഞ്, സിവിൽ സർവീസിന്റെ പരീക്ഷയെല്ലാം കഴിഞ്ഞ്, ഇപ്പോൾ നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി ആണെങ്കിൽ പോലും there is an option for that, and after successfully going through, നിങ്ങൾ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമാകുന്നു എന്ന് കരുതുക. ഈ 3-4 വർഷത്തിനു ശേഷം, ഇഫ് യു ഗെറ്റ് ദാറ്റ് ഡിഗ്രി വിത്ത് യു, സിവിൽ സർവീസിലേക്ക് നിങ്ങൾ പ്രിലിമിനറി കഴിഞ്ഞ്, മെയിൻ കഴിഞ്ഞ്, ഇന്റർവ്യൂ കഴിഞ്ഞ്, നിങ്ങൾ പ്രൊബേഷണറി ഓഫീസേഴ്സായി ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഉയരങ്ങളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസിയോ അതല്ലെങ്കിൽ ഈ പറയുന്ന CPAയോ അതല്ലെങ്കിൽ ACCയോ ഉള്ള അഡീഷണൽ ഡിഗ്രി ഉള്ള ഒരു സിവിൽ സർവൻ്റായി നിങ്ങൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, നിങ്ങൾ എൻഡപ്പ് ചെയ്യാൻ പോകുന്ന ലൈഫ് ഇന്ത്യയിലെ ഞാനും ഹരികൃഷ്ണനും ലോജിക് എന്ന് പറയുന്ന സ്ഥാപനവും 24 എന്ന സ്ഥാപനവും ഒക്കെ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ കറൻസിയിൽ ഒപ്പിടുന്ന റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ടായിരിക്കും. ഇഫ് യു ആർ ഹാവിംഗ് ദാറ്റ് അഡീഷണൽ the accountancy skill, that the trained chartered accountancy skill with you, നിങ്ങൾക്ക് അപാരമായ സാധ്യതകളാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ തന്നെയുള്ളത്. ആൻഡ് ഇതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ലെങ്കിൽ, നിങ്ങൾ 5 വർഷത്തിനു ശേഷം ചെന്നെത്താൻ സാധ്യതയുള്ള ഒരു സ്ഥലം ഞാൻ പറയാം. അത് ഡിലോയിറ്റ് എന്ന ലോകത്തിലെ
നമ്പർ 1 റാങ്ക്ഡ് ആയിരിക്കുന്ന അക്കൗണ്ടൻസി സ്ഥാപനത്തിലേക്കാണ്, അക്കൗണ്ടന്റ് ഫേമിലേക്കാണ്. ഈ ഫേമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ഒരു പക്ഷേ ഈ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ് ആയിട്ടോ ഏതെങ്കിലും തരത്തിൽ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ ജോലി കിട്ടുന്നു എന്നിരിക്കട്ടെ. കമ്പനിയുടെ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ടേൺ ഓവർ $47.6 billion ആണ്. ഡിലോയിറ്റ് ലോകത്തിലെ നമ്പർ 1 റാങ്ക്ഡ് അക്കൗണ്ടിംഗ് ഫേമിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെന്ന് കരുതുക. ഇവിടെ നിന്നും ഈ 2026 ജൂലൈ മാസം 17-ാം തീയതി ഈ സ്ഥാപനത്തിന്റെ MD-യുമായുള്ള മീറ്റിംഗിനു ശേഷം പുതുതായിട്ട് സ്പേസ് ട്രിപ്പിലേക്ക് കരാർ കൊടുത്തിരിക്കുന്ന കമ്പനിയുമായിട്ടുള്ള ആ കമ്പനിയുടെ മുഴുവൻ ഇൻഷുറൻസ് കവറും ആ ഇൻഷുറൻസ് അഡ്വൈസിംഗ് പോളിസിയും ഡിലോയിറ്റിന് കിട്ടിയ പ്രോജക്റ്റ് ആഘോഷിക്കാൻ നിങ്ങൾ 2ാമത്തെ നിലയിലെ ഷാംപെയിൻ റൂമിലേക്ക് പോകുന്ന മൊമെന്റ് ആണ് ഞാൻ ഈ പറഞ്ഞ 2026 ജൂലൈ മാസം 17-ാം തീയതി രാവിലെ 11 മണി എന്ന് ആലോചിച്ച് നോക്കൂ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇനി ഇവിടെ കിട്ടിയില്ലെങ്കിൽ ലോകത്തെ 2ാമത്തെ ഇൻഷുറൻസ് കമ്പനി, കേരളത്തിലെ ഒരു വളരെ വിവാദമായ കോൺട്രവേഴ്സ്യൽ ഫേമാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് അഥവാ PwC $43 billion ആണ് ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ നെറ്റ് വർത്ത്. ഈ കമ്പനിയുടെ ഭാഗമായി മന്ത്ലി 22 lakhs to 35 lakhs നിങ്ങൾക്ക് സാലറി ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു ഇന്റേൺ ആയി നിങ്ങൾ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിന്റെ ഹെഡ് ക്വാർട്ടറിൽ ഉണ്ട് എന്ന് കരുതുക. റെപ്രസെന്റിംഗ് ദ ന്യൂ ജനറേഷൻ, പുതുതായിട്ട് ഫോം ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ കമ്പനികൾ, ആ കമ്പനികളുടെ കൺസോർഷ്യത്തെ കുറിച്ച്, ആ കമ്പനികളുടെ ടോട്ടൽ ആയിട്ടുള്ള ആ കൺസോർഷ്യത്തിന്റെ മാർക്കറ്റിംഗ് പോസിബിലിറ്റിയെ കുറിച്ച് ഇപ്പോൾ 24 ഒക്കെ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയുണ്ട്. ദാറ്റ്സ് കെയിം ഫ്രം ആൻ ഐഡിയ. ഇതേപോലെ ഒരു പുതിയ ഐഡിയയുമായി നിങ്ങൾ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിന്റെ ഒരു ഡയറക്ടർ ബോർഡ് യോഗത്തിൽ നിങ്ങളുടെ പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നു എന്ന് കരുതുക. $37.2 billion നെറ്റ് വർത്തുള്ള ലോകത്തിലെ നമ്പർ 3 അക്കൗണ്ടിംഗ് ഫേമായ ഏർണസ്റ്റ് ആൻഡ് യങ്ങിൽ നിങ്ങൾ ക്യാമ്പസ് റിക്രൂട്ട് ചെയ്യപ്പെട്ട്, ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ട് നിങ്ങൾ ഇന്ത്യയിലോ അതല്ലെങ്കിൽ ലണ്ടനിലോ അതല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വാൾ സ്ട്രീറ്റിന് സമീപത്തുള്ള പ്രദേശത്തോ നിങ്ങൾ പോകുന്നു, നിങ്ങൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കരുതുക. KPMG എന്ന വേൾഡിലെ 4ാമത്തെ അക്കൗണ്ടിംഗ് ഫേം $29.75 billion ആസ്തിയുള്ള ഒരു കമ്പനിയുടെ ഭാഗമാകുന്നു എന്ന് കരുതുക. ദീസ് ആർ പോസിബിലിറ്റീസ്. നിങ്ങളൊരു വെറും CA കാരനാവുന്നു എന്നതിനപ്പുറം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇരിക്കുന്നു എന്നതിന് KPMG, ഏർണസ്റ്റ് യങ്ങിൽ, നിങ്ങൾ what you call ഡെലോയിറ്റിൽ ഒക്കെ, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിൽ ഒക്കെ നിങ്ങളുടെ അക്കൗണ്ടിങ് എഫിഷ്യൻസി പ്രൂവ് ചെയ്യുന്ന ഒരു മൊമെന്റിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതുക. ലൈഫ് ചേഞ്ച്, ജീവിതം മാറും, ജീവിതം മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ഐ വിൽ ടെൽ യു, ഇതിന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇതൊക്കെ വെറും സ്വപ്നങ്ങളാണോ? ദിവാസ്വപ്നങ്ങൾ മാത്രമാണോ? ഇപ്പോൾ നിങ്ങൾ പലരും ഇരിക്കുന്നത് കേരളത്തിലെ പല റൂറൽ മേഖലകളിൽ നെറ്റ് കണക്ടിവിറ്റി ഇല്ലാതെ, ഈ പറയുന്ന ഓൺലൈൻ സാധ്യതകൾ ഇല്ലാതെ, ഞങ്ങൾ അതിനിട്ട പേര് പരിധിക്ക് പുറത്താണ്, മുഖ്യധാരയുടെ പരിധിക്ക് പുറത്ത് ജീവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കൂടി നിങ്ങൾക്കത് സാധ്യമാണോ എന്നതാണ് ചോദ്യം. സാധ്യമാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ചില ജീവിത കഥകളിലേക്ക് ഞാൻ കടക്കാം. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ലൈഫിൽ ടൈം എന്ന് പറയുന്ന ഒരു ഫാക്ടിന്റെ പ്രാധാന്യത്തെ കൂടി നിങ്ങളോട് ഞാനൊന്ന് പറയാം. എന്തുകൊണ്ടാണ് കൊമേഴ്സ് ജോലിക്ക് ശേഷം അഥവാ കൊമേഴ്സ് മേഖലയിൽ, അക്കൗണ്ടൻസി മേഖലയിൽ നിങ്ങൾക്ക് ഒരു ലൈഫ് സാധ്യമാണോ? ആ ലൈഫിന് നിങ്ങൾ എടുക്കേണ്ട മറ്റുള്ള മേഖലയിലുള്ളവർ എടുക്കുന്നതിനേക്കാൾ ഏത് തരത്തിലുള്ള സിസ്റ്റമാറ്റിക് തയ്യാറെടുപ്പാണ് നിങ്ങൾ നടത്തേണ്ടത് എന്ന ചോദ്യത്തിന്റെ നമ്പർ 1 ഫാക്ടർ ടൈമാണ്. നിങ്ങൾക്ക് ഒരു 3 വർഷം മറ്റൊരു ഫാക്ടേഴ്സാലും പ്രലോഭിപ്പിക്കപ്പെടാതെ, മറ്റൊരു ഘടകങ്ങളാലും പ്രലോഭിപ്പിക്കപ്പെടാതെ, മറ്റൊരു ദിശയിലേക്കും നിങ്ങളുടെ ബോധം പോകാതെ, നിങ്ങൾ ഡിസോറിയന്റഡ് ആവാതെ ഒരേ ഒരു സ്വപ്നത്തിൽ ഞാൻ സൂചിപ്പിച്ച ഡിലോയിറ്റിന്റെ 12ാം നിലയിലെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡ് കോൺഫറൻസിൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ ഒരു ആക്ച്വറി ആയിട്ടോ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് ബാങ്കർ ആയിട്ടോ ബാങ്കിങ് ഇൻവെസ്റ്റർ ആയിട്ടോ ഒക്കെ നിങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പുതിയ പ്ലാനിനെ കുറിച്ച്, ഒരു പുതിയ പ്രോജക്റ്റിനെ കുറിച്ചുള്ള പ്രസന്റേഷനിലാണ് നിങ്ങൾ പോകാൻ പോകുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി, ആ റിയലൈസേഷനോട് കൂടി നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രം സാധ്യമാവുന്ന ഒന്നാണ് ഇപ്പോൾ നമ്മൾ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന ഒരു അക്കൗണ്ടൻസി ലൈഫ് എന്ന് പറയുന്ന ആശയം. അതെങ്ങനെ സാധ്യമാവുന്നു എന്നുള്ളതാണ്. സോ ടൈം, ദാറ്റ് ഫാക്ടർ, ടൈം മാറ്റേഴ്സ്. ഞാനൊരു 4-5 പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞ് നമ്മുടെ ഈ പ്രസന്റേഷനിൽ നിന്ന് പിൻവാങ്ങും. അതിനു മുൻപ് ചില ജീവിതങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. 74 എന്ന് പറയുന്നത് ആവറേജ് ഇന്ത്യൻ ലൈഫ് എക്സ്പെക്ടൻസിയാണ്. ഇന്ത്യയിലെ ശരാശരി മനുഷ്യന്റെ ആയുസ് 74 വർഷമാണെന്ന് കരുതുക. നിങ്ങളിൽ ചിലർ താങ്ക്സ് ടു യുവർ ഡെയിലി റുട്ടീൻ വർക്ക്ഔട്ട് ആൻഡ് ഗുഡ് ന്യൂട്രീഷ്യസ് ഫുഡ് ആൻഡ് ഡയറ്റ് നിങ്ങൾ ചിലപ്പോൾ
95 വരെയൊക്കെ ജീവിച്ചിട്ടുണ്ടാവും. പക്ഷേ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി 74 ആണെന്ന് കരുതുക. പോസ്റ്റ് കോവിഡ് കണ്ടീഷൻസിനെയൊക്കെ സർവൈവ് ചെയ്ത് 2 വാക്സിനൊക്കെ എടുത്ത് നിങ്ങൾ ജീവിക്കുന്നുവെന്ന് കരുതുക. സിക്ക വൈറസ് നിങ്ങളെ ബാധിക്കാതെ ഇനി 3ാം തരംഗത്തിൽ നിങ്ങൾ പെട്ടുപോകാതെ ഒക്കെ നമ്മൾ കടന്നുകൂടിയാൽ 74 വർഷം. ഈ 74 ഇയേഴ്സിൽ ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളത് എത്ര വർഷങ്ങളാണെന്ന് ആലോചിച്ച് നോക്കൂ. ഓൺലി 57 years because you have lived a life of 17 years. 17 വർഷം നിങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഞാൻ ആവറേജ് 17 വയസ്സാണെന്ന് കണക്ക് കൂട്ടിയാൽ +2 സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ടു മേക്ക് ഇറ്റ് വെരി ക്ലിയർ ആൻഡ് ഷാർപ്പ് 684 മാസങ്ങൾ മാത്രമാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരുടെയും ലൈഫ് ഇനി അവശേഷിക്കുന്നത് എന്നർത്ഥം. 684 എന്ന് പറഞ്ഞാൽ മൊത്തം ഇത് നിങ്ങൾ ജീവിക്കുന്ന മാസമാണെന്ന് കരുതരുത്. നിങ്ങൾ പൂർണ്ണമായും ബോധത്തോടുകൂടി ഇരിക്കുന്ന മാസങ്ങൾ 464 മാസങ്ങൾ മാത്രമാണ്. 464. കാരണം 684 1/3 യു വിൽ ബി സ്ലീപ്പിംഗ്. നിങ്ങൾ 1/3 ഉറങ്ങിത്തീർക്കും. 220. ബാക്കി നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത് ആകെ 464 മന്ത്സ് മാത്രമാണ്. ഞാൻ പറഞ്ഞത് ഇത് ഏതെങ്കിലും ഒരു ട്രെയിനിങ് പീരീഡ് അല്ല. നിങ്ങളുടെ ഈ ഭൂമിയിലെ ലൈഫ് എന്ന മിഷൻ, ആ ലൈഫ് എന്ന മിഷന്റെ ഡ്യൂറേഷൻ ഓൺലി 464. ടു മേക്ക് ഇറ്റ് വെരി പ്രിസൈസ്, 13,920 ദിവസം മാത്രം ജീവിച്ചിരിക്കുന്ന ഹോമോസാപ്പിയൻസ് എന്ന സ്പീഷീസ് ആണ് നിങ്ങൾ. 13,920. ടു മേക്ക് ഇറ്റ് മോർ ക്ലിയർ, 3,34,080 hours. 3,34,000 മണിക്കൂറുകൾ മാത്രം ജീവിച്ചിരിക്കുന്ന മനുഷ്യർ. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ദാ ഇത്രയും മിനിറ്റ്, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ദാ ഇത്രയും സെക്കൻഡ്. അത്രേ ഉള്ളൂ നമ്മൾ ഈ ഭൂമിയിൽ എന്നർത്ഥം. 120 crore 26,80,000. 120 കോടി 26,80,000 എന്ന് പറയുമ്പോഴേക്കും അതിലൊരു സെക്കൻഡ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. That means you are here for a life, a short life, perhaps shorter than the life of a cockroach, the life of a crocodile. 120 കോടി 26 ലക്ഷം സെക്കൻഡുകൾ മാത്രം ജീവിച്ചിരിക്കുന്ന നമ്മൾ. ഒരു വർഷം നഷ്ടപ്പെട്ടു പോയതിന്റെ വേദന നിങ്ങൾ അറിയണമെങ്കിൽ, ഒരു പരീക്ഷയിൽ ഒരു പേപ്പർ നഷ്ടപ്പെട്ടു പോയാൽ, ഈ SSLC പരീക്ഷയിലാണെങ്കിൽ 200-ൽ ഒരാൾ തോക്കുന്നുവെന്നാണല്ലോ കണക്ക്. ഞാനത് പറഞ്ഞിരുന്നു ഒരു പ്രസന്റേഷൻ. ആ തോറ്റുപോയ വിദ്യാർത്ഥിയോട് ചോദിക്കണം, ഒരു വർഷം അവനിൽ ഏൽപ്പിക്കുന്ന നഷ്ടം എന്താണ്? ഒരു മാസത്തിന്റെ വിഷമം, ഒരു മാസം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു എന്നിരിക്കട്ടെ നമ്മുടെ ലൈഫ് സ്കീമിൽ, അതിന്റെ വിഷമം അറിയണമെങ്കിൽ പ്രായം തികയാതെ, ഒരു മാസം തികയാതെ പ്രസവിച്ച ഒരു അമ്മയോട് ചോദിച്ചാൽ മതി. ഒരു പ്രീമെച്ചുറായ ബേബിയെ ജന്മം നൽകിയത് കൊണ്ട്, അല്ലെങ്കിൽ ആ കുട്ടി അങ്ങനെ പിറന്നതുകൊണ്ട് ആ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ശാരീരിക അവസ്ഥകൾ ജീവിതകാലം മുഴുവൻ വേട്ടയാടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് നിങ്ങൾ ചോദിച്ചാൽ മതി. 1 week, ഒരു ആഴ്ചയുടെ നഷ്ടമാണെങ്കിൽ ഞങ്ങളെ പോലുള്ള ടെലിവിഷനിലെ പ്രവർത്തിക്കുന്നവരുടെ ആഴ്ചയിലെ ടൈം റേറ്റ്, അല്ലെങ്കിൽ ബാർക്ക് റേറ്റ് എന്ന് പറയും. ഓരോ ആഴ്ചയിലെയും ടെലിവിഷൻ റേറ്റിംഗിന് നിശ്ചയിക്കുന്ന ചാർട്ടാണ്. അതെല്ലാ തേഴ്സ്ഡേയുമാണ് എത്തുന്നത്. ആ ആഴ്ചയിലെ നമ്മളുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ യു ആർ ഔട്ട് ഫ്രം ദ ഫീൽഡ് ഓഫ് വാട്ട് യു കോൾ ബ്രോഡ്കാസ്റ്റിംഗ് മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഔട്ടാണ്. അടുത്ത വർഷം ഈ ആഴ്ചയിൽ നമുക്ക് കിട്ടിയ ക്ലയൻസ് ഒന്നും അടുത്ത ആഴ്ച കിട്ടത്തില്ല എന്നർത്ഥം. നാഷണൽ ആണെങ്കിലും ശരി, റീജിയണൽ ആണെങ്കിലും ശരി. ഒരു ദിവസത്തിന്റെ വില അറിയണമെങ്കിൽ, ഒരു ദിവസം പത്രം ഇറങ്ങാതിരുന്നാൽ തൊട്ടടുത്ത പത്രം, ആ പത്രത്തിന്റെ സർക്കുലേഷനേക്കാൾ ഇരട്ടിയിലധികം വർധന ഉണ്ടാക്കുന്നത് കാണാം. ഒരു മിനിറ്റിന്റെ വൈകൽ ജീവിതത്തിൽ ഏൽപ്പിക്കുന്ന മാറ്റം അറിയണമെങ്കിൽ, ഈ തീവണ്ടി പിടിക്കാൻ പോയി റെയിൽവേ സ്റ്റേഷനിലെത്തി 1 മിനിറ്റ് വൈകിയത് കൊണ്ട് പാളത്തിൽ കൂടി നമുക്ക് മുന്നേ നീങ്ങിപ്പോകുന്ന ട്രെയിൻ നോക്കിയിരുന്നാൽ മതിയോ? ഒരു സെക്കൻഡിന്റെ നഷ്ടം ഒരു ഡ്രൈവറോട് ചോദിക്കൂ. ഒരു ആക്സിഡന്റിന് ശേഷം ജീവിതത്തിൽ സകലതും നഷ്ടപ്പെടാൻ 1 സെക്കൻഡിന്റെ ഇമവെട്ടൽ മതി എന്നാണ്. 1 സെക്കൻഡിന്റെ മില്ലി സെക്കൻഡ്. ഒരു ഒളിമ്പിക് ഗെയിമിൽ വെള്ളി മെഡൽ നേടിയ ഒരു താരത്തോട് ചോദിക്കണം. ഉസൈൻ ബോൾട്ടിന് ഒരിക്കലും മില്ലി സെക്കൻഡ്സിന്റെ വില അറിയില്ല. ഒരിക്കലും 4 വർഷത്തിനു ശേഷം സംഭവിക്കാൻ പോകുന്ന ഒളിമ്പിക്സ് 100 മീറ്റർ ഡാഷിൽ ഇനി സാധ്യതയില്ലാതെ പോകുന്ന വെള്ളി മെഡൽ നേടിയ കായിക താരത്തോട് ചോദിച്ചാൽ മതി. ഹി വിൽ ടെൽ യു ഹൗ ഇമ്പോർട്ടന്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഈസ് ഇൻ മില്ലി സെക്കൻഡ്. ഈ മില്ലി സെക്കൻഡ്സിനേക്കാൾ കൂടുതൽ ലൈഫ്, കൂടുതൽ ടൈം കൺസേൺ ഉള്ള ഒരു പ്രൊഫഷനിലേക്കാണ് നിങ്ങൾ കയറാൻ പോകുന്നത്. ലൈഫ് ഓഫ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ലൈഫ് ഓഫ് എ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്, life of a public bank investor, life of that of an actuary. നിങ്ങളൊരു ഗ്ലോറിഫൈഡ് വർക്കർ ആണെങ്കിൽ സെക്കൻഡ്സ് കൗണ്ട്. നിങ്ങളുടെ സെക്കൻഡ്സിനാണ് വില. The moment slip away is laid into your account. നിങ്ങൾ നഷ്ടപ്പെടുത്തിയ, നിങ്ങൾ കാൽക്കീഴിലൂടെ ഒലിച്ചു കളയുന്ന ഓരോ സെക്കൻഡും, ഞാൻ നേരത്തെ പറഞ്ഞ 5 വർഷത്തിന് ശേഷം നിങ്ങൾ എന്താകാൻ പോകുന്നുവെന്ന
നിങ്ങളുടെ സ്വപ്നത്തിൽ നിന്നുള്ള ദൂരം കൂട്ടിക്കൊണ്ടേയിരിക്കും. ഈച്ച് സെക്കൻഡ് യു ആർ ലൂസിങ്, അത് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ വരുത്താൻ പോകുന്ന മാറ്റം അത് ജോമെട്രിക്കൽ പ്രോഗ്രഷനിലായിരിക്കും. ദിസ് ഈസ് എ തിയറി അക്സെപ്റ്റഡ് എവരിവെയർ. എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ശരി, എനിക്ക് ചുറ്റുമുള്ള സമൂഹത്തിലാണെങ്കിലും ശരി, ആൻഡ് 15 years of my teaching career, I have seen students, I have seen professionals, I have seen different actors, celebrities. ഇവരുടെയൊക്കെ ലൈഫിൽ നിന്നും ഞാൻ അവരുടെയൊക്കെ ഇന്റർവ്യൂവിൽ നിന്നും ഞാൻ പഠിച്ച foremost lesson is the moment slip away is laid into your account. നമ്മളുടെ അക്കൗണ്ടിൽ തന്നെയാണ്. അതിനാരെയും നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഡിലോയിറ്റിന്റെ ഏഴാമത്തെ നിലയിൽ നിങ്ങളൊരു പ്രസന്റേഷൻ അവതരിപ്പിക്കുന്ന ഒരു ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയി തീരാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ നിമിഷം മുതൽ ഇനി നമ്മൾക്ക് അവശേഷിക്കുന്ന വളരെ കുറച്ച് ലൈഫിൽ നമ്മൾ എടുക്കുന്ന തെറ്റായ ഒരു തീരുമാനം ആയിരിക്കും എന്നർത്ഥം. എവറി മിനിറ്റ് വി സ്പെൻഡ് ഈസ് ഓഫ് എ ചോയ്സ്. പ്രത്യേകിച്ച് ഈ മേഖലയിലേക്ക് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി ആണെങ്കിലും ACC ആണെങ്കിലും CP ആണെങ്കിലും CP ഇന്ത്യ ആണെങ്കിലും CP USA ആണെങ്കിലും ശരി, വാട്ട് എവർ മേ ബി, ഈ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മൊമെന്റ് മുതൽ നിങ്ങൾ എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത് നിങ്ങൾ അത് ആയിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. നിങ്ങൾക്ക് നമ്മുടെ സീനിയേഴ്സിൽ പലരും കാണിക്കുന്നത് പോലെ കിലോമീറ്ററുകളോളം ഈ വിദേശ മദ്യശാല ഷോപ്പിന് മുന്നിൽ ക്യൂ നിൽക്കുന്നവർ മോശക്കാരെന്ന അർത്ഥത്തിലല്ല. ദ മൊമെന്റ് ദേ സ്പെൻഡ് ഈസ് ലീഡ് ടു ദിയർ അക്കൗണ്ട്. എന്തുകൊണ്ട് ചില മനുഷ്യർ വിജയിക്കുകയും മറ്റു ചില മനുഷ്യർ തോറ്റുപോവുകയും ചെയ്യുന്നതിന്റെ കാര്യം, ദിസ് ഈസ് ദ സക്സസ്ഫുൾ മാനേജ്മെന്റ് ഓഫ് ടൈം. നമ്മുടെ ചോയ്സ് ആണ്. ദ സെക്കൻഡ് we spend before television for watching a serial or a Netflix or Amazon movie, venda ennalla, it must be there, but the seconds you invest is important, geometrically proportional to your dream. നമ്മൾ ചെലവാക്കുന്ന ഈ മൊമെന്റുകൾ നമ്മളുടെ ലൈഫിൽ മൾട്ടിപ്ലൈ എഫക്റ്റിലായിരിക്കും വരുന്നത്. കുറച്ചുകൂടി എക്സാമ്പിൾ ഞാൻ പറയാം. ഇത് മുംബൈയിലെ ശാരദാശ്രമം സ്കൂളിലെ 2 വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികൾ ഒരാളെ നിങ്ങൾക്ക് നന്നായി തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഈ 2 വിദ്യാർത്ഥികൾ അന്ന് ശാരദാശ്രമം സ്കൂളിൽ അവരുടെ ഡെബ്യൂ നടക്കുമ്പോൾ ഒരു ഇന്റർ സ്കൂൾ ക്രിക്കറ്റ് ടൂർണമെന്റിൽ 700-ലധികം റൺസ് ഒരൊറ്റ പാർട്ട്ണർഷിപ്പിൽ ഇവർ അടിച്ചുകൂട്ടി. അതിൽ അറൌണ്ട് 300 റൺസ് എടുത്തയാളാണ് ഈ നിൽക്കുന്ന താരം, പേര് വിനോദ്. ഇത് സച്ചിൻ. വർഷങ്ങൾക്കു ശേഷം ഈ 2 പേരും ശാരദാശ്രമം സ്കൂളിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് പ്ലെയർ ആയി തീരുമെന്ന് ലോകം മുഴുവൻ കരുതിയ വിനോദ് കാംബ്ലിയുടെ ലൈഫ് എന്തുപറ്റി, സച്ചിൻ തെണ്ടുൽക്കർ ലൈഫിന് എന്തുപറ്റി എന്നൊരു എക്സാമ്പിൾ ഉണ്ട്. സച്ചിൻ തെണ്ടുൽക്കർ റെക്കോർഡുകളുടെ രാജകുമാരനായി 200 റൺസ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അടിച്ചുകൂട്ടി ടെലിവിഷൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന അതേ ദിവസം അദ്ദേഹത്തിന്റെ പഴയ കൂട്ടുകാരനായ വിനോദ് കാംബ്ലി മറ്റൊരു സ്റ്റുഡിയോയിൽ ഇരുന്ന് പൊട്ടിക്കരയുക. വൈ? സച്ചിൻ തെണ്ടുൽക്കറിന്റെ ടൈമിലെ ഇൻവെസ്റ്റ്മെന്റും വിനോദ് കാംബ്ലിയുടെ ടൈമിലെ ഇൻവെസ്റ്റ്മെന്റും രണ്ടും രണ്ടായിരുന്നു. സച്ചിൻ ഗാലറികളിൽ നിന്ന് കളി കാണുകയോ ഈ മൈതാനത്ത് ആദ്യം കയറിപ്പോകുന്ന ആളെ ആയിരുന്നില്ല. മൈതാനത്ത് ആദ്യം എത്തുകയും ഏറ്റവും ഒടുവിൽ മാത്രം ട്രെയിനിങ് സെഷൻ കഴിഞ്ഞ് പോവുകയും ചെയ്യുന്ന സച്ചിൻ ബിഗെയിം സച്ചിൻ. എന്നാൽ മൈതാനത്തേക്ക് ഏറ്റവും ഒടുവിലെത്തുകയും ഏറ്റവും ആദ്യം കയറിപ്പോവുകയും ക്ലബ്ബുകളിൽ പോവുകയും ആളുകളോടൊപ്പം വളരെയധികം സെലിബ്രിറ്റി പാർട്ടികൾ നടത്തുകയും പാർട്ടി ഷോകളിൽ പങ്കെടുക്കുകയും ചെയ്ത വിനോദ് കാംബ്ലി ബിഗെയിം വിനോദ് കാംബ്ലി. അപ്പോൾ ഇവിടെ വിനോദ് കാംബ്ലിയും സച്ചിൻ തെണ്ടുൽക്കറും the first lesson in our life, do you want to be a Vinod Kambli, do you want to be a Sachin Tendulkar? Sachin Tendulkar invested time, but Vinod Kambli invested time in different things. So ഇവിടെയാണ് നമ്മുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്ത് the moment that slip away is laid to your account എന്ന തിയറി വരുന്നത്. I will show കുമാർ മംഗലം ബിർള നിങ്ങളെ പോലെ വളരെ സക്സസ്ഫുൾ ആയ അല്ലെങ്കിൽ വളരെ സക്സസ്ഫുൾ ആവാൻ പോകുന്ന നിങ്ങളൊക്കെ സക്സസ്ഫുൾ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു മോഡൽ കൂടിയാണ്. പല കാര്യങ്ങൾക്കും മോഡൽ അല്ല കേട്ടോ. ഇൻ ഡിഫറെന്റ് സ്കാംസ് റിലേറ്റഡ് ഇഷ്യൂ കുമാർ മംഗലം ബിർളയുടെ പേരും ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ പേരും ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ കുറെ ഷാഡി ഫിഗേഴ്സ് ആണ്. ബട്ട് ഈവൻ ദെൻ 28ാമത്തെ വയസ്സിലാണ് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നത് കുമാർ മംഗലം ബിർള. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇത്രയും അധികം ടേൺ ഓവർ ഒരു കമ്പനി ഏറ്റെടുക്കുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് കുമാർ മംഗലം ബിർളയല്ലാതെ മറ്റാരുമായിരുന്നില്ല. And that Kumar Mangalam Birla took charge of Aditya Birla Group and later developed its fortunes 1,000 times. ഈ കമ്പനിയുടെ ഫോർച്യൂണിൽ ഉണ്ടായ മാറ്റം that was bigger. So കുമാർ മംഗലം ബിർളയ്ക്ക് 28ാമത്തെ വയസ്സിൽ ഈ കമ്പനിയുടെ MD സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അതിന്റെ കോർപ്പറേറ്റ് പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ടൈം പല കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. But he invested very prudently. The prudent investment of time is essential as the investment of money. പൈസ നിക്ഷേപിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിലെ നമ്മളുടെ ടൈമിന്റെ ഇൻവെസ്റ്റ്മെന്റ്. ആൻഡ് ഐ വിൽ ഷോ യു another
individual, or perhaps അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയാൽ നിങ്ങൾക്ക് 7 മുതൽ 12 ലക്ഷം വരെ നിങ്ങൾക്ക് ആനുവൽ സാലറി കിട്ടും. 7 to 12 lakhs after joining any firm. 7 to 12 lakhs per annum ഒരു വർഷം. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർക്ക് 9 to 14 lakhs it's almost assured. Chartered financial analyst 6 to 10 lakh assured. Certified public account 7 to 10 lakh assured. Actually 9 to 12 lakhs. Remember, ഇതിനെയൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് ഈസ് വെരി വെരി എസെൻഷ്യൽ. ആൻഡ് ഐ വിൽ ടെൽ ദ സ്റ്റോറി ഓഫ് അനദർ ഇൻഡിവിജ്വൽ, പ്രേമ ജയകുമാർ. പ്രേമയുടെ പേര് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും. പ്രേമ ജീവിച്ച കോളനിയാണ് ഈ കാണുന്നത്. പ്രേമയുടെ അമ്മ, പ്രേമയുടെ അച്ഛൻ. ഇത് പ്രേമയുടെ അച്ഛൻ ഓടിക്കുന്ന ഓട്ടോറിക്ഷ. മദ്രാസിൽ നിന്ന് മുംബൈയിലേക്ക് എത്തിയ ഒരു മൈഗ്രേറ്റ് കുടുംബമാണ്. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മകൾക്ക് എന്തുമാത്രം സ്വപ്നങ്ങൾ ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മുംബൈയിലെ എണ്ണം പറഞ്ഞ സെന്റ് സേവിയേഴ്സ് കോളേജിലോ ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസിലോ ലേഡി ശ്രീറാം കോളേജിലോ പഠിക്കാനുള്ള ഭാഗ്യമൊന്നും പ്രേമയ്ക്ക് കിട്ടിയില്ല. പ്രേമ പ്രൈവറ്റ് ആയിട്ടാണ് പഠിച്ചത്. പ്രേമയ്ക്ക് പഠിക്കാൻ നേരത്ത് ഈ മുറിയിലാകെയുള്ള ഒറ്റമുറി വീട്ടിൽ അച്ഛനും അമ്മയും കിടന്നുറങ്ങുമ്പോൾ ലൈറ്റ് ഇട്ട് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് പുറത്തു വന്നിരുന്ന് ഈ കോളനിയുടെ ബാൽക്കണിയിൽ ഇരുന്നാണ് ഈ കുട്ടി പഠിച്ചത്. പ്രേമയും പ്രേമയുടെ ബ്രദർ. പ്രേമയുടെ സ്വപ്നം കൊമേഴ്സിന് ശേഷം എങ്ങനെയെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടൻസി പരീക്ഷ ഒന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ്. ആരോ പറഞ്ഞു കൊടുത്തു ചാർട്ടേഡ് അക്കൗണ്ടൻസി നിങ്ങൾക്ക് പറ്റും എന്ന്. ഏതോ ഒരു ഇതേപോലെ കിട്ടിയ ട്രെയിനിങ് സെഷനിലെ ഒരു ഇൻപുട്ടാണ് പ്രേമ ജയകുമാറിനെ പഠിക്കാൻ പ്രേരിപ്പിച്ചത്. പ്രേമയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് പറയും. 2012 എക്സാം റിസൾട്ട് വന്നു. ഐ വിൽ ഷോ യു ദ റിസൾട്ട്. 2012 റിസൾട്ട് വന്നപ്പോൾ ഓൾ ഇന്ത്യ ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാമിനേഷനിലെ നമ്പർ 1 ആയി മാറി പ്രേമ ജയകുമാർ. 607 മാർക്ക്, 75%. നോക്കൂ, ജയകുമാർ പ്രേമ became the national topper. അന്നിറങ്ങിയ എല്ലാ നാഷണൽ ന്യൂസ് പേപ്പറിന്റെയും തമിഴ്നാട് ന്യൂസ് പേപ്പറുകളിലെയും ആദ്യ പേജിലുള്ള വാർത്തയായിരുന്നു പ്രേമ ജയകുമാർ made the history. ജീവിതത്തിൽ ഇതുവരെ ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാമിനേഷന്റെ ചരിത്രത്തിൽ ഇതേപോലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മകൾ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ക്ലാസ്സിൽ നിന്ന് വരുന്ന ഒരാൾ 1ാം റാങ്ക് നേടിയിട്ടില്ല. ചാർട്ടേഡ് അക്കൗണ്ടൻസി ക്ലിയർ ചെയ്തിട്ടുണ്ട്. But she scored the highest mark in the final that happened in November 2012. That's important. നോക്കൂ, ഈ ഫൈനൽ പരീക്ഷയ്ക്ക് ഹാജരായത് 29,339 പേരാണ് ഈ 2 പരീക്ഷയ്ക്കുമായിട്ട് ഹാജരായത്. അതിൽ ആകെ ജയിച്ചത് 3,804 പേരാണ്. പാസ് പെർസെൻറ്റേജ് 12% മാത്രമാണ്. ഫൈനൽ എക്സാമിന്റെ കാര്യമാണ്. നിങ്ങളിത് ഫൗണ്ടേഷൻ കോഴ്സ് കൂടി കണക്കിലെടുക്കുമ്പോൾ lakhs and lakhs of people are appearing per year for this CA course. അതിന്റെ ഫൈനൽ എക്സാമിനേഷൻ 12.97% മാത്രം വിജയസാധ്യതയുള്ള ഒരു പരീക്ഷ, 12% താഴെ മാത്രം വിജയസാധ്യതയുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി പരീക്ഷയുടെ ഫൈനൽ പരീക്ഷയിൽ 1ാം റാങ്ക് വാങ്ങിയ കുട്ടിയുടെ കുടുംബത്തിന്റെ പശ്ചാത്തലമാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് ഡിലോയിറ്റിന്റെ 7ാമത്തെ നിലയിലെ ഡയറക്ടർ ബോർഡ് റൂമിലെ പ്രസന്റേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഉറപ്പ് ഞാൻ നൽകുന്നത് ബിക്കോസ് ഓഫ് ദിസ് ലേഡി പ്രേമ ജയകുമാർ എന്ന ഈ കുട്ടിയുടെ കഥയിൽ നിന്നാണ്. ജോൺ മിൽട്ടനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ജോൺ മിൽട്ടൺ അന്ധനായിരുന്നു. ജന്മനാ അന്ധനായ ജോൺ മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റ് എഴുതുമ്പോഴേക്കും പരിപൂർണ്ണ അന്ധനായി കഴിഞ്ഞിരുന്നു. പാരഡൈസ് ലോസ്റ്റ് എഴുതി ഒരു ഇതിഹാസ കാവ്യം രചിച്ച് ജോൺ മിൽട്ടൺ അന്ധനായി സർക്കാരിന്റെ അന്ധതയ്ക്കുള്ള ഫെലോഷിപ്പുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന പെൻഷനോ വാങ്ങി വീട്ടിൽ കഴിയാമായിരുന്നു. ബട്ട് ജോൺ മിൽട്ടൺ റോട്ട് ദ സീക്വൽ, അതിന്റെ ഒരു തുടർച്ച കൂടി എഴുതി, പാരഡൈസ് റീഗെയിൻഡ്. അന്ധനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരു കവിതയല്ല 2 കവിത എഴുതും എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഫൈറ്റിംഗ് സ്പിരിറ്റ്. നിങ്ങളൊരു ബധിരനാണെങ്കിൽ നിങ്ങൾ ബധിരർക്കുള്ള പെൻഷൻ വാങ്ങി വീട്ടിൽ കഴിയുകയല്ല ചെയ്യുക. നിങ്ങളൊരു സംഗീതജ്ഞനാണെങ്കിൽ കൂടി നിങ്ങൾ മാത്രകൾ, മീറ്ററുകളെ കണക്കാക്കി മനസ്സിനുള്ളിൽ നിന്നും നിങ്ങളൊരു പുതിയ കമ്പോസിഷൻ നിങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ്. 14th സിംഫണി രചിക്കുന്ന സമയത്ത് ബീഥോവൻ പൂർണ്ണമായും ടിൻഡ്രം ബാധിച്ച് കേൾവിശക്തി നഷ്ടപ്പെട്ടിരുന്നു. കണ്ണും നാവും ഒരു തരത്തിലും ശബ്ദിക്കാതിരുന്ന ഒരു കുട്ടിക്ക് കണ്ണും നാവും ചെവിയും 3ഉം പ്രവർത്തനക്ഷമമല്ലാതിരുന്ന ഒരു കുട്ടി പിന്നീട് ചരിത്രം രചിച്ച ഹെലൻ കെല്ലറായി മാറിയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ആൻ സല്ലീവൻ എന്നൊരു അധ്യാപിക ഉണ്ടായിരുന്നെങ്കിൽ ആ ഫൈറ്റിംഗ് സ്പിരിറ്റിന്റെ പേരാണ് GRIT. മോട്ടോന്യൂറോസിസ് ബാധിച്ച് ശരീരത്തിന്റെ ചലനം നഷ്ടപ്പെട്ടു തുടങ്ങുന്ന ഘട്ടത്തിലും സ്പേസിനെ കുറിച്ചും തമോഗർത്തങ്ങളെ കുറിച്ചും ബ്ലാക്ക് ഹോൾസിനെ കുറിച്ചും സമയത്തെക്കുറിച്ചും ഭൗതിക മാറ്റങ്ങളെ കുറിച്ചും ആലോചിക്കുന്ന മനുഷ്യന്റെ പേര് സ്റ്റീഫൻ ഹോക്കിങ്സ് എന്നാണെങ്കിൽ
ശരീരത്തിലെ അവയവങ്ങൾക്കെല്ലാം കൃത്യമായ സ്ഥാനത്ത് പ്രവർത്തനക്ഷമം ഉണ്ടായിട്ടും ചുറ്റുപാടും നിന്ന് സഹായിക്കേണ്ട കൈക്കരുത്താകേണ്ട തൊഴിലാളികൾ പോലും തന്നെ വഞ്ചിച്ചിട്ടും ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും പിന്നീട് അമേരിക്കയുടെ ചരിത്രം കുറിച്ച 14th പ്രസിഡന്റായി മാറിയ എബ്രഹാം ലിങ്കന് ഉള്ളിലുണ്ടായിരുന്നതും ദാറ്റ് ഫൈറ്റിംഗ് സ്പിരിറ്റ് ആണ്. ബനാറസിലെ വാരണാസിയിലെ ഒരു സൈക്കിൾ റിക്ഷാക്കാരന്റെ മകന് സ്വപ്നം കാണാൻ കഴിയുന്ന പദവി ആയിരുന്നില്ല സിവിൽ സർവീസ് എന്ന് അറിഞ്ഞിട്ടും സിവിൽ സർവീസിന് വേണ്ടി ട്രെയിനിങ്ങിന്റെയും കോച്ചിങ്ങിന്റെയും വേണ്ടി അദ്ദേഹം നടത്തിയ യാത്രകൾ പിന്നീട് ഗോവിന്ദ് ജസ്വാൾ IAS എന്നൊരു സിവിൽ സർവീസ് പ്രൊബേഷണറി ഓഫീസറെ അന്ന് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ സിവിൽ സർവീസ് കിട്ടിയതിനു ശേഷം വന്ന മകനെയും കൊണ്ടുപോകുന്ന അവസാനത്തെ യാത്രയാണ്. പിന്നീട് ഒരിക്കലും ജസ്വാൾ ഈ സൈക്കിൾ റിക്ഷ ചവിട്ടിയിട്ടില്ല. ഗോവിന്ദ് ജസ്വാൾ അതിന് അച്ഛനെ വിട്ടിട്ടുമില്ല. ഗോവിന്ദ് ജസ്വാൾ IAS ഒരു സൈക്കിൾ റിക്ഷാക്കാരന്റെ മകനായിരുന്നിട്ടും സിവിൽ സർവീസിലേക്ക് എത്താമെങ്കിൽ പ്രേമ ജയകുമാറിന്റെ അച്ഛൻ ജയകുമാർ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നിട്ടും പ്രേമയ്ക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി പരീക്ഷയുടെ ഫൈനൽ പരീക്ഷയിൽ 12% ആളുകൾ മാത്രം വിജയിച്ച ഫൈനൽ പരീക്ഷയിൽ 1ാം റാങ്ക് നേടാൻ കഴിയുമെങ്കിൽ TN മനോഹരൻ എന്ന് പറയുന്ന ഒരാൾ ഒരു അഗ്രികൾച്ചർ കുടുംബത്തിൽ ഒരു ഫൈറ്റർ കുടുംബത്തിൽ ജനിച്ച് ഒടുവിൽ ഇന്ത്യയിലെ തന്നെ തിങ്ക് ടാക്സേഷൻ തിങ്ക് TN മനോഹരൻ എന്ന ടാഗ് ലൈനിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ കാനറ ബാങ്കിന്റെ ചെയർമാനായി പത്മശ്രീ നേടി TN മനോഹരൻ ഇപ്പോഴും ടാക്സേഷൻ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ലഘുപുസ്തകങ്ങൾ എഴുതിയ ആളാണ്. CNN ഇന്ത്യൻ ഓഫ് ദി ഇയർ ആയി പ്രഖ്യാപിച്ചയാളാണ്. If TN മനോഹരൻ could do that, if Prema Jayakumar could do that, Warren Buffett 1000 ways to make $1,000 എന്ന പുസ്തകം 7ാം വയസ്സിലാണ് വായിക്കുന്നത്. നമ്മൾ 7ാം വയസ്സിൽ വായിക്കുന്നത് 7ാം വയസ്സിൽ കാണുന്നത് ഡോറയായിരിക്കും ഒരുപക്ഷെ. നമ്മൾ ഡോറ കാണുമ്പോൾ വാറൻ ബുഫയുടെ കുട്ടിക്കാലത്ത് അദ്ദേഹം വായിച്ചത് MC മിനാക്കർ എഴുതിയ പുസ്തകമാണ് 1000 ways to make $1,000. $1,000 ഉണ്ടാക്കുക അതായിരുന്നു സ്വപ്നം. ഒടുവിൽ ഈ പുസ്തകം വായിച്ചപ്പോൾ ഇൻസ്പയർഡ് ആയ കുട്ടി സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്തു എന്നറിയോ? സ്കൂളിൽ പോകുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം ചെയ്തത് ഈ പെപ്സിയുടെയും കൊക്കോകോളയുടെയും ഒക്കെ ബോട്ടിലുകൾ, ച്യൂയിങ്, ഡെയിലീസ്, പത്രങ്ങൾ ഇതൊക്കെ വീടുകളിൽ കൊണ്ടുപോയി വിറ്റിട്ട് അവിടെ നിന്ന് പൈസ ശേഖരിക്കാൻ തുടങ്ങി. 14ാമത്തെ വയസ്സിൽ ടാക്സ് കൊടുത്തു തുടങ്ങിയ വാറൻ ബുഫെ ഇന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നരുടെ പട്ടികയിലാണെങ്കിൽ വാറൻ ബുഫയുടെ ജീവചരിത്രം നിങ്ങൾ ഓരോരുത്തരും എടുത്തു വെച്ച് പഠിക്കേണ്ട ജീവചരിത്രമാണ്. റോൾ മോഡൽ ഇൻ ഡിഫറെന്റ് റെസ്പെക്ട്. എല്ലാം അല്ലെങ്കിൽ പോലും വാറൻ ബുഫെ നമുക്ക് ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിംഗിന്റെ കാര്യത്തിൽ, കൊമേഴ്സിന്റെ കാര്യത്തിൽ, ട്രേഡിന്റെ കാര്യത്തിൽ വാറൻ ബുഫെ ഈസ് എ സക്സസ്ഫുൾ ബിസിനസ് മോഡൽ ഇൻ എ വേ. ആൻഡ് ഐ വിൽ ടെൽ യു ദ സ്റ്റോറി. ഇതൊരു ലൈഫ് പ്രിൻസിപ്പിൾ നമ്മളോട് പറയുന്നുണ്ട്. ഇതുവരെയും പ്രേമ ജയകുമാർ ആണെങ്കിലും മനോഹരനാണെങ്കിലും നമ്മളോട് പറയുന്ന ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് യു അട്രാക്ട് വാട്ട് യു വാണ്ട്. റോണ്ട ബാരന്റെ സീക്രട്ട് എന്ന പുസ്തകത്തിന്റെ തിയറിയാണ്. നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളാവും. നിങ്ങൾ എന്താണോ ആയിത്തീരുന്നത് അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ദാറ്റ് ഈസ് യുവർ ചോയ്സ്. ഡിലോയിറ്റിലെ 7ാം നിലയിലെ കോൺഫറൻസ് ഹാൾ ആണോ, അതല്ല നിങ്ങളുടെ വീട്ടിൽ ഈ 4 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു ടെലിവിഷൻ റൂമിലെ സീരിയൽ മുറിയാണോ നിങ്ങൾക്ക് ആഗ്രഹം? ഇല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ മറ്റേതെങ്കിലും അപരിചിതനല്ലാത്ത വീട്ടിലേക്ക്, ഏതെങ്കിലും ഒരു കിരൺ കുമാറിന്റെ വീട്ടിലേക്ക് 100 പവൻ സ്വർണവും ഒരു കാറുമായി കടന്നു ചെല്ലുന്ന നവവധുവായി തീർന്ന് ആ വീട്ടിലെ അയൽപ്പക്കത്തെ പരദൂഷണങ്ങൾ ക്യാമ്പിൽപ്പെട്ട ഒരാളായിരിക്കണമോ? ഈ ഡിലോയിറ്റിന്റെയോ ഏണസ്റ്റ് യങ്ങിന്റെയോ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിന്റെയോ കോൺഫറൻസ് റൂമിൽ ഇരിക്കണോ എന്നുള്ളത് നമ്മളുടെ ചോയ്സാണ്. ഓൺലി വി മേക്ക് ദാറ്റ് ചോയ്സ്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി ഉണ്ടല്ലോ, നിങ്ങൾ അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റിയാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ തീരുമാനിക്കുന്നത് എന്നർത്ഥം. നിങ്ങൾ ഈ കോഴ്സിന് വന്നത് തന്നെ നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആണെന്ന് ഹരികൃഷ്ണൻ സൂചിപ്പിച്ച പോയിന്റ് അവിടെയാണ്. ഈ കോൺഫറൻസിൽ വരാത്ത എത്രയോ ആളുകളുണ്ട്. ആരെയും നമ്മൾ നിർബന്ധിക്കുന്നില്ല. എനിബഡി ക്യാൻ ജോയിൻ ദിസ്. ദിസ് ഈസ് എ പബ്ലിക് ഫ്രീ പ്ലാറ്റ്ഫോം. പക്ഷെ ഇവിടെ വരാൻ നിങ്ങൾ കാണിച്ച ഈ താല്പര്യം നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാവുന്നു, നിങ്ങൾ വിജയിച്ചു തുടങ്ങുന്നു എന്നതിന്റെ തെളിവാണ് എന്നതാണ് സീക്രട്ട് എന്ന പുസ്തകം പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ഉള്ള ഒരു കുട്ടി പേരൻസും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ പറഞ്ഞിട്ടും നിനക്കത് കഴിയില്ല കുട്ടി എന്ന് പറഞ്ഞിട്ടും ആ പന്തിന് വേണ്ടി വാശി പിടിച്ച് കരഞ്ഞ് ഒടുവിൽ ഈ അസുഖം ട്രീറ്റ് ചെയ്ത് യൂറോപ്പിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ അർജന്റീനയിൽ നമ്മൾ അയാൾക്ക് കൊടുത്ത പേര് ലയണൽ മെസ്സി എന്നാണ്. അത് എനിക്ക് വേണം എന്നുള്ളതാണ് അടിസ്ഥാനമായി, എനിക്ക് അതേ കഴിയൂ എന്നുള്ള ഒരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ നമ്മളെ കൊണ്ടെത്തിച്ചത്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഫോർ ദാറ്റ്, പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന 3 years നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഐ വിൽ പ്രസന്റ് ആസ് എ തിയറി, ലോ ഓഫ് ഡിസ്കംഫർട്ട്. ലൈഫ് ബിഗിൻസ് അറ്റ് ദി എൻഡ് ഓഫ് യുവർ കംഫർട്ട് സോൺ. നിങ്ങൾ എന്താണോ ഇപ്പോൾ കംഫർട്ട് സോണിൽ ഇരിക്കുന്നത് ആ കംഫർട്ട് സോൺ വലിച്ചെറിയാൻ, ഇപ്പോൾ നമ്മൾ സിനിമയുടെ നാടകത്തിന്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ രാജാധികാരങ്ങളും കിരീടവും ചെങ്കോലും പട്ടുമെത്തയും അരമനയും രാജകൊട്ടാരവും വലിച്ചെറിയാൻ കഴിയുന്ന ബുദ്ധനാവാൻ നിങ്ങൾക്ക് കഴിയുമോ?
there is a life for you. എങ്ങനെയാണ് law of discomfort പറയുന്നത്? law of discomfort പറയുന്ന പ്രധാനപ്പെട്ട തിയറി ബുദ്ധന്റെ തിയറിയാണ്. നിങ്ങൾക്ക് രാജകൊട്ടാരത്തിലുള്ള സിദ്ധാർത്ഥനെ അറിയില്ല, പക്ഷേ ആൽമര ചുവട്ടിലേക്ക് എത്തുന്ന സിദ്ധാർത്ഥൻ ബുദ്ധനായി മാറിയ ചരിത്രമറിയാം. രാജകൊട്ടാരം വേണോ, അത് ഈ 3 വർഷം ആൽത്തറ വേണോ എന്ന് തീരുമാനിക്കാനാണ് നമ്മുടെ ഈ കോഴ്സിന്റെ പാറ്റേൺ. നിങ്ങൾ രാജകൊട്ടാരമാണ് ഇപ്പോൾ ഈ 3 വർഷം ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ വിധിച്ചിരിക്കുന്നത് മരത്തണലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ചൂടിലും വെയിലിലും തണുപ്പിലും മഴയിലും ഈ കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിലും ഉറക്കം വരുമ്പോഴും ആ ഉറക്കത്തെ പിടിച്ചു നിർത്തിയും രാവിലെ എഴുന്നേറ്റും മണിക്കൂറുകളോളം വിവിധ പ്രോജക്റ്റുകൾ ചെയ്തും വിവിധ പ്രോബ്ലം സോൾവ് ചെയ്തും വിവിധ മോഡലുകൾ കണ്ടും അക്കൗണ്ടൻസിയുടെ അപാരമായ തലങ്ങളിലൂടെ ഒരു അനാഥനെ പോലെ നടന്നു. ഓക്കെ, ഇഫ് യു യൂസ് ദ സിനിമാറ്റിക് ലാംഗ്വേജ്, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ then the life is yours. അലക്സാണ്ടർ ചക്രവർത്തിയുടെ അച്ഛന്റെ പേര് ഫിലിപ്പ് എന്നായിരുന്നു. മാസിഡോണിയയിലെ സമ്പന്നനായ രാജാവാണ്. അദ്ദേഹം മകന് സർവകലാശാല തന്നെ വീട്ടിൽ കൊണ്ട് കൊടുത്തയാളാണ്. പക്ഷേ അന്ന് ഫിലിപ്പിന്റെ മകനായ അലക്സാണ്ടറിന്റെ ലോകം അറിഞ്ഞില്ല. ബ്യൂസിഫാലസ് എന്ന് പറയുന്ന കുതിരപ്പുറത്ത് കയറി ഋതുക്കളെ വകവയ്ക്കാതെ വേനലിലും മഴയിലും തണുപ്പിലും മഞ്ഞിലും മലയിലും കോണ്ടിനെന്റുകൾ താണ്ടി വരുന്ന മനുഷ്യന്റെ പേര് മഹാനായ അലക്സാണ്ടർ എന്നായി മാറുകയും. ചോയ്സ് ഇസ് യുവേഴ്സ്. നിങ്ങൾക്ക് അലക്സാണ്ടർ ആവണോ ഫിലിപ്പ് രാജാവിന്റെ മകനാവണോ എന്നുള്ളതാണ് ചോദ്യം. സെന്റ് പീറ്റേഴ്സ് മാരിസ്ബർഗിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനൊരു സീൻ ഉണ്ടായില്ലെങ്കിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെ ഒരു ലീഗൽ പ്രാക്ടീഷണറായി ഒടുങ്ങുമായി. കംഫർട്ട്, ഈ 1ാം ക്ലാസ് കമ്പാർട്ട്മെന്റിന്റെ കംഫർട്ടിൽ നിന്നും ഈ ടിക്കറ്റ് എക്സാമിന് പുറത്തേക്ക് വലിച്ചു തള്ളുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ് മഹാത്മയായി മാറുന്നത്. നിങ്ങൾ 1ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാൻ മാത്രം ആഗ്രഹിച്ചോളൂ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഇത് തുടരുമ്പോൾ, ലൈഫിന്റെ 1ാം ക്ലാസ് കമ്പാർട്ട്മെന്റിലാണ് ഇപ്പോഴും തുടരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ലൈഫ് വിൽ ബി എ റിസ്കി. അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ഫ്രം യുവർ ഫീൽഡ്, the first Indian woman to graduate from the prestigious Harvard University and heading a foreign bank. HSBC നയിക്കുന്ന സമയത്ത് നൈനാലാൽ കിദ്വായ് ഇന്ത്യയിൽ ചരിത്രം എഴുതുകയായിരുന്നു. ലേറ്റർ പത്മശ്രീ കിട്ടി. നൈനാലാൽ കിദ്വായ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ആൻഡ് ഷീ became the first woman in India to head a foreign bank, HSBC. This is important. ഇവിടെയാണ് ഞാൻ ഒരു വാക്ക് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്, ഗ്രിറ്റ്, GRIT. വാട്ട് യു നീഡ് ഈസ് ദ ഗ്രിറ്റ്. ഗ്രിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സാൻഡേഴ്സിനെ കണ്ടുപിടിക്കണം. സാൻഡേഴ്സ് എന്താ ചെയ്തെന്ന് അറിയും? അദ്ദേഹം വിവിധ കോഴിക്കാലുകൾ കോഴി രൂപത്തിൽ പല പല ഷേപ്പുകളിൽ പല പല റെസിപ്പികളാക്കി പല പല ഹോട്ടൽ ഇൻഡസ്ട്രികൾക്ക് കൊടുത്തു. ബട്ട് നൺ അക്സെപ്റ്റഡ്. 1009 തവണ അദ്ദേഹം ഉണ്ടാക്കിയ റെസിപ്പി പരാജയപ്പെട്ടു. 1009 times. പിന്നീട് കേണൽ സാൻഡേഴ്സിന് ഉണ്ടാക്കിയ 1010 1010ാമത്തെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ആവേശപൂർവ്വം കഴിക്കുന്ന KFC. ആൻഡ് ഇഫ് കേണൽ സാൻഡേഴ്സൺ കുഡ് ഡു ദാറ്റ്, ആ മനസ്സിലുണ്ടായിരുന്ന ഗ്രിറ്റാണ് ആദ്യത്തെ ഫൗണ്ടേഷൻ എക്സാമിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഫെയിലായി പോയി, ഇല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് എക്സാം ഫെയിലായി പോയി, അല്ലെങ്കിൽ ഇനി ഫൈനൽ പരീക്ഷയ്ക്ക് എനിക്ക് കഴിയില്ല, ദീസ് ആർ വെരി ടഫ് സിറ്റുവേഷൻ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആ മൊമെന്റിൽ അവസാനിച്ചു. സാധ്യമാണത്, സാധ്യമാകുമത്. ദ ഓൺലി ഇഷ്യൂ ഇസ് ദാറ്റ് ജസ്റ്റ് ചേഞ്ച് ദ ഫോക്കസ്, ജസ്റ്റ് ചേഞ്ച് ദ ഫോക്കസ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ തിയറി. ദാറ്റ് ഈസ് ദ ഫൈനൽ തിയറി. വിത്ത് ദിസ് ഐ വിൽ വൈൻഡ് അപ്പ്. 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവണം നിങ്ങൾക്ക്. നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ, വെദർ യു ആർ ദ ബെസ്റ്റ്, നിങ്ങൾ ഇതിനകത്ത് ബെസ്റ്റ് ആകണമെങ്കിലുള്ള ചോദ്യം എന്താണ്? ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് പറയാം. ഞാൻ ഒരു പൊളിറ്റിക്കൽ സയൻസ് ഗ്രാജുവേറ്റും പൊളിറ്റിക്കൽ സയൻസിൽ മാസ്റ്റേഴ്സും ഹ്യൂമൻ റൈറ്റ്സിലും ഡെവലപ്മെന്റ് പോളിസിയിലും മീൻസ് PhDയും എടുത്ത ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും യങ് ഏജിൽ 23ാമത്തെ വയസ്സ് ആഫ്റ്റർ മൈ PG ഒറ്റ വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് കോളേജിൽ ജോലി കിട്ടി. ആൻഡ് ഐ ജോയിൻ ഗവൺമെന്റ് സർവീസ്. അതിനുശേഷം ഏകദേശം 14 വർഷം വിവിധ കോളേജുകളിൽ ഞാൻ പഠിപ്പിച്ചു. യൂണിവേഴ്സിറ്റി കോളേജ് ഓർ വിക്ടോറിയ കോളേജ്. ഐ പാർട്ടിസിപ്പേറ്റഡ് ഇൻ മെനി നാഷണൽ ഇന്റർനാഷണൽ കോൺഫറൻസസ്. സ്റ്റേറ്റ്സിൽ പോയി. ഐ പ്രസന്റഡ് പേപ്പർ ദെയർ ആൻഡ് ഐ കെയിം ടു മൗറീഷ്യസ്, ഐ കെയിം ടു ദുബായ്, മെനി പ്ലേസ്, മെനി ഫീൽഡ്. പക്ഷേ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന സമയത്തും നിങ്ങൾ സംസാരിക്കുമ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളോട് സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഇതല്ല നമ്മൾ മറ്റെവിടെയോ ആണ്, ഇതല്ല ഞാൻ ചെയ്യേണ്ട ജോലി എന്നുള്ളിൽ കിടന്ന ഒരു സ്പാർക്കാണ് UGC സാലറി ഉണ്ടായിരുന്നിട്ടും അസോസിയേറ്റ് പ്രൊഫസറിലേക്കുള്ള എൻ്റെ പ്രൊമോഷന് 1 മാസം ബാക്കി നിൽക്കെ ഞാൻ മീഡിയ ഫീൽഡിലേക്ക് എത്തുന്നത്, 24 ചാനലിന്റെ ഭാഗമാവുന്നത്. ഞാൻ തലമൊട്ടയടിച്ച ഒരാളെ ആയിരുന്നില്ല, തലമൊട്ടയടിച്ചതാണ് ഫോർ ദിസ് 24 പ്ലാറ്റ്ഫോം. നൗ ഇപ്പോൾ നിങ്ങൾ എന്നെ അറിയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇടയിൽ ഞാൻ ഒരു ബ്രോഡ്കാസ്റ്ററായി നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എന്നോട് ചോദിച്ച
ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ എനിക്കറിയില്ല ദിസ് മൈ ഫൈനൽ ഡെസ്റ്റിനേഷൻ. വൈ? നിങ്ങൾ എന്തുകൊണ്ട് ഈ ജോലി തിരഞ്ഞെടുക്കുന്നു എന്നതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ പ്രൊഫഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? വാട്ട് എന്ന ചോദ്യം നിങ്ങൾ കുട്ടിക്കാലം മുതലേ ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ എന്താകണം? വാട്ട് ആർ യു ഗോയിങ് ടു ബി? അത് നിങ്ങൾക്കറിയാം. ഹൗ ആർ യു ഗോയിങ് ടു ബി? ലോജിക് പോലെയുള്ള സ്ഥാപനങ്ങൾ വിൽ ഹെൽപ്പ് യു. പക്ഷേ ഈ രണ്ട് ചോദ്യങ്ങളല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. വൈ ഷുഡ് യു ബി ഇൻ ദിസ് അക്കൗണ്ടൻസി? വൈ ഷുഡ് ബി ഇൻ ദിസ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് സെക്ടർ? വൈ ഷുഡ് യു ബി ഇൻ ദി ഫിനാൻഷ്യൽ അനലിസ്റ്റ് റോൾ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് റോളിലാകേണ്ടത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആയി മാറേണ്ടത്? നിങ്ങൾ എന്തുകൊണ്ടാണ് റിസ്ക് ടേക്ക് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ആക്ച്വറി ആയി മാറേണ്ടത്? വൈ ഡു യു വാണ്ട് ടു ബി? നിങ്ങൾ എന്തുകൊണ്ട് എന്നതാണ് ചോദ്യം. അതിനുള്ളൊരു ഉത്തരം നിങ്ങൾ ഉള്ളിൽ സ്വയം കണ്ടെത്തുക എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ആ വൈ എന്ന ചോദ്യത്തിന് ദിസ് ഇസ് നോട്ട് കംഫർട്ടബിൾ ഫോർ യു എന്നാണ് തോന്നുന്നതെങ്കിൽ ഡോണ്ട് സ്റ്റേ വിത്ത് ദിസ്, ബിക്കോസ് ദർ ഈസ് സം ആർട്ട് ഇൻ അക്കൗണ്ടൻസി. അക്കൗണ്ടൻസിയിൽ ഒരു ആർട്ട് ഉണ്ട്. അതിൽ ആർട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡ് അല്ലേ? അല്ല. നമുക്കറിയാവുന്ന ശേഖർ ഗുപ്ത ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു ക്ലാസിക്, ഈവൻ പ്രധാനമന്ത്രി പറഞ്ഞൊരു ക്ലാസിക് വാക്കുണ്ട്. എന്താണെന്നറിയോ? ഇന്ന് ഇന്ത്യയിൽ പ്രസിഡന്റിന്റെ സിഗ്നേച്ചറിനേക്കാൾ വാല്യൂ ഉള്ള സിഗ്നേച്ചർ അതിടുന്നവനാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ലോകത്തവൻ ACCA എന്നറിയപ്പെടുമായിരിക്കും. അവന് ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ഇന്ത്യൻ ജൂറിസ്ഡിക്ഷൻ അപ്പുറത്തേക്ക് സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട്. സോ മൈ പോയിന്റ് ഈസ്, വൈ എന്നൊരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ? ദാറ്റ്സ് യുവർ ഇൻഡിവിജ്വൽ റിസ്ക്. അതെനിക്കോ ഹരികൃഷ്ണനോ ലോജിക് എന്ന സ്ഥാപനത്തിനോ നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയില്ല. ആ പോയിന്റിൽ why do you want to be in this accountancy world? Why do you want to be in this commerce? Why do you want to be in this trade sector or banking sector or finance sector? എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഉത്തരമാണ്. അപ്പൊ ഞാൻ ഈ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയത്തിന്റെ ഭാഗമായി ഡെസ്കിൽ നിരന്തരം വന്നു മറിയുന്ന വാർത്തകളുടെ നടുവിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ആൻഡ് ഐ ആം വെരി ഹാപ്പി. രാത്രി 12 മണിയാണെങ്കിലും 1 മണിയാണെങ്കിലും ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരുന്നു എന്ന് പറഞ്ഞാൽ ഐ എം വെരി ഹാപ്പി. ഐ എം വെരി ഹാപ്പി ബിക്കോസ് അതൊരു, എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ ബാങ്കർ അയാൾക്ക് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് എന്നെ സംബന്ധിച്ച് കിട്ടുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ്. സോ ഐ എം നോട്ട് ടയേർഡ്. ഐ ഡോണ്ട് ഫീൽ ടയേർഡ് ബിക്കോസ് ഇറ്റ്സ് മൈ ഹോബി. ഒരു ഹോബി പോലെ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങളുടെ ജോലിക്ക് സാധിക്കുന്നുണ്ടോ? പെർഫെക്റ്റ്ലി. അതിന് നിങ്ങൾക്ക് റിവാർഡ് കിട്ടുന്നുണ്ടോ? യുവർ ലൈഫ് വിൽ ബി ഹാപ്പി. അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ജീവിതത്തിൽ ഇന്നേ വരെ പ്രതിഫലം ചെയ്തതിന് കിട്ടാത്തൊരു മനുഷ്യനാണ് വിൻസെന്റ് വാൻ ഗോ. അദ്ദേഹത്തിന്റെ 800 ചിത്രങ്ങളിൽ ഒരെണ്ണം പോലും ജീവിച്ചിരുന്ന സമയത്ത് വിറ്റുപോയിട്ടില്ല. അദ്ദേഹം ലോക പ്രശസ്ത ചിത്രകാരൻ അറിയപ്പെട്ടതുമില്ല. പക്ഷേ വിൻസെന്റ് വാൻ ഗോഗ് വരച്ചുകൊണ്ടേയിരുന്നു. ബിക്കോസ് ഹി ആൻസേർഡ് ദ ക്വസ്റ്റ്യൻ വൈ. അതുകൊണ്ടാണ് വിൻസെന്റ് വാൻ ഗോഗ് ഉണ്ടായത്. വിൻസെന്റ് വാൻ ഗോഗ് 2 ചിത്രം വരച്ചിട്ട് ഏതെങ്കിലും ഒരു അവിടുത്തെ ലോക്കൽ സ്ഥാപനത്തിൽ പോയി ഒരു ക്ലർക്കായിട്ടോ അക്കൗണ്ടന്റായിട്ടോ തുടർന്നെങ്കിൽ വിൻസെന്റ് വാൻ ഗോഗ് നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. സോ ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ, ദാറ്റ്സ് ദ ആൻസർ. കണ്ടക്ടറായിട്ട് ജീവിക്കുമ്പോഴും അഭിനയത്തിന്റെയും സ്റ്റൈലിന്റെയും പിന്നാലെ നടന്നൊരു മനുഷ്യൻ, എന്റെ ഫീൽഡ് ഇതല്ല, നീതി എന്നാണ് പറയുക അല്ലെ, ഇതല്ല എന്ന് അങ്ങനെ പറഞ്ഞു ഏറ്റവും ഒടുവിൽ രജനീകാന്തായി മാറിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ രജനീകാന്ത് ആവണമെന്നോ നിങ്ങൾ ഒരു വിൻസെന്റ് വാൻ ഗോഗ് ആകണമെന്നോ എന്നല്ല. നിങ്ങൾ ഈ അക്കൗണ്ടൻസിയിലേക്ക് എത്തുമ്പോൾ, ഈ കൊമേഴ്സ് പ്രൊഫഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഇതിൽ നിങ്ങൾക്കൊരു സെൻസ് ഓഫ് വണ്ടർ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? then the life is yours. You will be in the delight. You will be in PricewaterhouseCoopers. You will be in the industry. Okay? All the best to all of you. All the best. Okay, ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. I think I took 10 minutes more. Thank you. Thank you. Thank you so much, Arun sir. Just a second. Sir, if you can, remove the share screen. Yeah, sure. Yes. Good morning once again. നമുക്ക് good afternoon പറയാൻ 4 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ good morning once again to everyone. And I hope അരുൺ സാറിന്റെ വാക്കുകൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നു. ഇറ്റ് വാസ് വെരി ഇൻസ്പയറിംഗ് ഫോർ മീ. നിങ്ങൾക്ക് ഈ ഒരു ടൈം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത് വളരെ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ഗോട്ട് എൻ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കൊമേഴ്സിൽ. അതുകൊണ്ട് തന്നെ കൊമേഴ്സ് സ്റ്റുഡൻസ് കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഞാൻ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇൻട്രൊഡക്ഷന്റെ ഭാഗമായിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു?
ഞാൻ എഞ്ചിനീയറിംഗിന്റെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ MBAയുടെ ഒരു സിറ്റുവേഷൻ, നമ്മുടെ ഈ നാടിന്റെ അൺഎംപ്ലോയ്മെന്റ് റേറ്റും ഡിമാൻഡ് ആൻഡ് സപ്ലൈ ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂ ഇഷ്യൂസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതേപോലെ തന്നെ ഒരുപാട് ചേഞ്ചസ്, ഈവൻ വിത്തൗട്ട് കോവിഡ് പാൻഡമിക് ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫോർ എക്സാമ്പിൾ, ഒരുപാട് ചേഞ്ചസ് ആണ് നമ്മുടെ എക്കോണമിയിൽ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് ബാങ്കിങ് സെക്ടർ. ബാങ്കിങ് സെക്ടർ നമുക്ക് എടുത്തു നോക്കാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ ഒരു വർഷം നിങ്ങളിൽ എത്ര പേര്, നിങ്ങളോ നിങ്ങളുടെ പാരൻസോ എത്ര പേര് ബാങ്കിങ് ആക്ടിവിറ്റീസ്, അതായത് പൈസ ഇടുക, പൈസ എടുക്കുക, പൈസ ട്രാൻസ്ഫർ ചെയ്യുക, ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ബാങ്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ട്? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ക്വിക്ക് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാവോ? എത്ര പേര് ഒരു ബാങ്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ട്? എത്ര തവണ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബാങ്ക്? ഒരു അപ്രോക്സിമേറ്റ് നമ്പർ എല്ലാവരും എനിക്ക് പറയാമോ? എത്ര തവണ ബാങ്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും കഴിഞ്ഞ ഒരു വർഷം? 7, 10, 1, 6, 5, 10, 4, 5, 3, 2 times. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു 2.5 വർഷം മുമ്പ് നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. ഈ ബാങ്കിൽ പോകുക എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. വിച്ച് മീൻസ് വർഷത്തിൽ 100 തവണയ്ക്ക് മുകളിൽ ബാങ്കിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്കോ നിങ്ങളുടെ പാരൻസിനോ. അതാണ് ഈ 1, 2, 5, 10 ഒക്കെ ആയിട്ട് കുറഞ്ഞിരിക്കുന്നത്. ഡസ് ദിസ് മീൻ ദാറ്റ് നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് റിഡ്യൂസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ട്രാൻസാക്ഷൻസിൽ എന്തെങ്കിലും കുറവുണ്ടോ? എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ ട്രാൻസാക്ട് ചെയ്യുന്നതിന്? നോ, ഡെഫിനറ്റ്ലി നോ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ ഡിവൈസ് നമ്മുടെ കയ്യിലുണ്ട്. ഇന്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ഗൂഗിൾ പേ, ഫോൺ പേ, ആമസോൺ പേ, പേടിഎം, SBI യോണോ ആപ്പ്, ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്നു. അപ്പൊ നിങ്ങൾക്ക്, അതായത് കസ്റ്റമേഴ്സിന് ഇത്രയധികം സർവീസ് ചെയ്ത് തരാൻ ബാങ്കിൽ ഇത്രയധികം സ്റ്റാഫിന്റെ ആവശ്യം എന്താ? നിങ്ങൾക്ക് ബാങ്കിങ് ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങളുടെ ഫിംഗർ ടിപ്സിൽ ചെയ്യാമെങ്കിൽ ഒരു ബാങ്കിൽ ഇത്രയധികം സ്റ്റാഫിന്റെ ആവശ്യം എന്താ? ഇത്രയധികം ആവശ്യം എന്താ? സോ ദിസ് ഇസ് എ റിയാലിറ്റി. കാരണം ടെക്നോളജിയും ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. അടുത്ത 3 വർഷം, കൂടിപ്പോയാൽ 5 വർഷത്തിൽ ബാങ്കിങ് സെക്ടറിന്റെ ഓപ്പർച്യൂണിറ്റീസ് 20% ആയിട്ട് ചുരുങ്ങും. 80% ഓഫ് ദി ഓപ്പർച്യൂണിറ്റീസ് ഇൻ ബാങ്ക് വിൽ നോ ലോങ്ങർ എക്സിസ്റ്റ്. ഒരുപാട് മേഖലകളിൽ ചേഞ്ചസ് വരുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് വളരെയധികം ഡ്രാസ്റ്റിക് ആയിട്ട് റിഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു മേഖലയാണ് സിവിൽ എഞ്ചിനീയറിംഗ്. റേഡിയോളജി വളരെയധികം ഡ്രാസ്റ്റിക് ആയിട്ട് റിഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു മേഖലയാണ്. ഓൾസോ നമ്മുടെ ഡേ ടു ഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബ്സ്, ഡ്രൈവിംഗ്, ഒരു പരിധിക്ക് ശേഷം ഡ്രൈവിംഗ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓട്ടോമാറ്റിക് ഡ്രൈവർലെസ് വെഹിക്കിൾസ് കാര്യങ്ങളും വരും. ഈവൻ പൈലറ്റ്സ് പോലും ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് എക്സിസ്റ്റ് ചെയ്തു എന്ന് വരില്ല. അത്രയധികം ചേഞ്ചസ് ആണ് ഉണ്ടാക്കുന്നത്. ഓൾറെഡി അൺഎംപ്ലോയ്മെന്റ് ഭയങ്കര കൂടുതലാണ്, ഇനി ഉള്ള ജോലിയും കൂടെ പോകുക. ദാറ്റ് ഇസ് നോട്ട് ദ കേസ്. ദാറ്റ് ഇസ് നോട്ട് ദ സിറ്റുവേഷൻ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്നോട് എന്താവണം ജീവിതത്തിൽ എന്ന് ചോദിച്ചാൽ എനിക്ക് 3 ഉത്തരവുണ്ട്: എഞ്ചിനീയർ, ഡോക്ടർ, പോലീസ്. 3 ഉത്തരം എനിക്കറിയുള്ളൂ. ഞാൻ അന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്കൊരു എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ആവണം എന്ന്, ഞാൻ ഒരു പ്രൊഫഷണൽ ട്രെയിനർ ആകണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ബിക്കോസ് അന്ന് അങ്ങനെ ഒരു കരിയർ എക്സിസ്റ്റ് ചെയ്തിരുന്നില്ല. അതേപോലെ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാവരും ഒന്ന് ഓഡിയോ മ്യൂട്ട് ചെയ്ത് വെക്കണേ. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കരിയേഴ്സ് ചിലപ്പോൾ ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ ചേഞ്ചസിനോട് അഡാപ്റ്റ് ചെയ്യുക? നിങ്ങളുടെ മേഖലകളിൽ നിങ്ങൾ എക്സ്പേർട്സ് ആയി മാറുക. നിങ്ങളൊരു എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾ ആ മേഖലയിൽ എന്ത് ചേഞ്ച് സംഭവിച്ചാലും നിങ്ങൾക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഒരു എക്സ്പേർട്ട് ആവുന്നതിന്റെ ഇമ്പോർട്ടൻസ്. ആൻഡ് ഓൾസോ COVID-19 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേരുടെ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ തന്നെ നോക്കിയാൽ അറിയാം, പലർക്കും പ്രോപ്പറായിട്ട് അവരുടെ സാലറീസ് കിട്ടുന്നില്ല. ഒന്നെങ്കിൽ സാലറിക്ക് കുറവുണ്ട്, അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് കിട്ടുന്നില്ല. പലരുടെയും ബിസിനസ്സിലെ റവന്യൂവിനെ വളരെ സീരിയസ് ആയിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി എഫക്റ്റഡ് ആണ്. ഇവരുടെ എല്ലാവരുടെയും മെന്റൽ ഹെൽത്ത്, ഇമോഷണൽ വെൽബീയിങ് എഫക്റ്റഡ് ആണ്. മുതിർന്ന കുട്ടികൾ എന്ന നിലയിൽ കരിയറിൽ പെട്ടെന്ന് സെറ്റിൽ ആയിട്ട് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് കൂടെ ടേക്ക് ഓവർ ചെയ്യണം എന്നൊരു ആവശ്യവും നിങ്ങൾക്ക് കയറി വരുന്നുണ്ട്. Am I correct? Can all of you respond in the chat option? Am I correct?
യെസ് ഡെഫിനറ്റ്ലി റൈറ്റ്, ഡെഫിനറ്റ്ലി. ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നതാരാ? അവരവരുടെ മേഖലയിൽ എക്സ്പേർട്സ് ആയിട്ട് നിൽക്കുന്നവർ തന്നെയാണ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. ബീയിങ് ആൻ എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊഫഷണലിനെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ലെറ്റ് us take a professional as an example. ഒരു പ്രൊഫഷണൽ ആക്ടർ, he is an expert at what he or she is doing, right? A professional dancer is an expert at what he or she is doing. അതാണ് ഒരു പ്രൊഫഷണൽ ആകുക എന്ന് പറഞ്ഞാൽ. ലെറ്റ് us take a professional as an example. ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡോക്ടറിനെ തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഓക്കെ, ഹോസ്പിറ്റൽസ് എല്ലാവരും കൂടെ ഒരു സിനാരിയോ, ഹോസ്പിറ്റൽസ് എല്ലാവരും കൂടെ തീരുമാനിക്കുവാണ്, കോവിഡ് ടൈം ആയത് കാരണം നമുക്ക് പേഷ്യൻസിന്റെ ഇന്ന് ഒരുപാട് പൈസ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ റവന്യൂ ഭയങ്കര രീതിയിൽ എഫക്റ്റഡ് ആണ്, നമുക്ക് ഈ ചെലവും വരവും കൂടെ കൂട്ടിമുട്ടിക്കാൻ പറ്റത്തില്ല, ഹോസ്പിറ്റൽ എങ്ങനെ ഓടിക്കും, ഈ ഡോക്ടർമാർക്കൊക്കെ എന്തുമാത്രം സാലറിയും ഇൻസെന്റീവ്സും ഒക്കെ കൊടുക്കുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഡോക്ടർമാരുടെ സാലറി എല്ലാം കൂടെ അങ്ങ് കുറയ്ക്കാം, ഒരു 20% ആയിട്ട് അങ്ങ് ചുരുക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ഡോക്ടർമാരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ബാക്കിയുള്ള ഡോക്ടേഴ്സിനെ കൊണ്ട് ഇത് അങ്ങോട്ട് ഓടിച്ചെടുക്കാം. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഇസ് ദാറ്റ് എ പ്രാക്ടിക്കൽ ഡിസിഷൻ? ക്യാൻ ഓൾ ഓഫ് യു റെസ്പോണ്ട്? അതൊരു പ്രാക്ടിക്കൽ ഡിസിഷൻ ആണോ ഇന്നത്തെ കാലത്ത്? ക്യാൻ ഓൾ ഓഫ് യു റെസ്പോണ്ട്? നോ, ഡെഫിനറ്റ്ലി നോ, റൈറ്റ്? ഒരു ഡോക്ടറിന്റെ സർവീസിനെ ഏറ്റവും കൂടുതൽ വേണ്ട കാലഘട്ടത്തിൽ, ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചിലപ്പോൾ ഹോസ്പിറ്റൽസിൽ ബാക്കി എല്ലാവർക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാലും ഒരു ഡോക്ടറിന് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. അതാണ് നമ്മൾ ഒരു എക്സ്പേർട്ട് ആവുന്നതിന്റെ പ്രത്യേകത. ഇഫ് യു ആർ എ പ്രൊഫഷണൽ, ഇഫ് യു ആർ എൻ എക്സ്പേർട്ട്, നിങ്ങൾ കൊടുക്കുന്ന സർവീസ് അതൊരു എക്സ്പേർട്ട് സർവീസ് ആണ്, നിങ്ങളുടെ അഡ്വൈസസ് അതൊരു എക്സ്പേർട്ട് അഡ്വൈസസ് ആണ്, നിങ്ങളുടെ ഒപ്പീനിയൻ അതൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ആണ്. ജനങ്ങൾ നിങ്ങളുടെ സർവീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. ആൻഡ് വെൻ ജനറൽ പബ്ലിക് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ യു, നിങ്ങളുടെ ജോബ് സെക്യൂരിറ്റി, കരിയർ സെക്യൂരിറ്റി അത് വളരെ വലുതായിരിക്കും. ഗവൺമെന്റ് സെക്ടർ ആയാലും പ്രൈവറ്റ് സെക്ടർ ആയാലും സെൽഫ് എംപ്ലോയിഡ് ആയാലും നിങ്ങളുടെ കരിയർ സെക്യൂരിറ്റി ഭയങ്കര വലുതായിരിക്കും. നിങ്ങളുടെ ഏർണിംഗ് കപ്പാസിറ്റി അത് വളരെ വലുതായിരിക്കും. സമൂഹത്തിലുള്ള നിങ്ങളുടെ സ്റ്റാറ്റസ് ആൻഡ് റെപ്യൂട്ടേഷനും വളരെ വലുതായിരിക്കും. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു കോമേഴ്സിന്റെ പ്രൊഫഷണൽ സെക്ടർ, ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് പ്രൊഫഷൻസ് ഇൻ ദ വേൾഡ്. നമ്മൾ ചിന്തിക്കും, നമ്മൾ മനുഷ്യരാശി എഴുതിയിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മാന്യുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും റിലീജിയസ് ടെക്സ്റ്റ് ബുക്സ് ആയിരിക്കും എന്ന് വിചാരിക്കും. ചിലപ്പം വേദാസ് ആയിരിക്കും എന്ന് വിചാരിക്കും, ചിലപ്പോൾ ഖുറാൻ ആയിരിക്കും എന്ന് വിചാരിക്കും, ചിലപ്പോൾ ബൈബിൾ ആണെന്ന് വിചാരിക്കും. ഞാൻ ഗ്യാരണ്ടി ചെയ്ത് പറയാം, ഇതിനെക്കാട്ടിലൊക്കെ ഒരുപാട് പഴയതായിരുന്നു ഒരു ലെഡ്ജർ. ആ ഒരു കാലഘട്ടം തൊട്ട് കൊമേഴ്സ് പ്രൊഫഷൻസ്, ഫൈനാൻസ് പ്രൊഫഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് കാലത്തിന് എത്രയധികം മാറ്റം സംഭവിച്ചാലും ഫൈനാൻസ് പ്രൊഫഷൻസിനെ ഇത് ബാധിക്കുന്നില്ല. ഫൈനാൻസ് പ്രൊഫഷൻസ് ആർ ഓൾവേസ് കോംപ്ലിമെന്ററി ടു വാട്ട് എവർ ചേഞ്ചസ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ ദ സൊസൈറ്റി ഓർ എക്കോണമി. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഗൂഗിൾ ഒരു പുതിയ സോഫ്റ്റ്വെയർ കണ്ടെത്തി. ഞാൻ ഒരു സ്ഥാപനത്തിന്റെ CFO ആണ്. ഗൂഗിൾ ഒരു പുതിയ സോഫ്റ്റ്വെയർ കണ്ടെത്തി വിച്ച് ഐ ക്യാൻ ഇംപ്ലിമെന്റ് ഇൻ മൈ ഓർഗനൈസേഷൻ. ഓക്കെ, ഞാൻ ഇതിരുന്ന് പ്ലാൻ ചെയ്യണം, ഈ സോഫ്റ്റ്വെയറിന് എന്ത് കോസ്റ്റ് വരും, ഈ ഫണ്ട് ഞാൻ എവിടുന്ന് കൊണ്ടുവരും, ഈ ഫണ്ട് ഞാൻ കൊണ്ടുവന്നിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്താൽ എനിക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരെ റീറ്റെയിൻ ചെയ്യാനും ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരെ മാറ്റിവെക്കാനും പറ്റുമോ, എനിക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ളവരുടെ പ്രൊഡക്ടിവിറ്റി നല്ല രീതിയിൽ കൂട്ടാൻ പറ്റുമോ, അവരുടെ വർക്ക് ലോഡ് കുറച്ചുകൂടെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമോ, എൻ്റെ ഓവറോൾ എക്സ്പെൻഡിച്ചർ റിഡ്യൂസ് ചെയ്യുമോ, 5 വർഷം കൊണ്ട് എൻ്റെ പ്രോഫിറ്റ് ഇത്ര രീതിയിൽ കൂടുമോ, ഇത്ര പെർസെൻറ്റേജ് വൈസ് കൂടുമോ, ഇതെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് ഐ ഹാവ് ടു മേക്ക് എ ഡിസിഷൻ വെദർ ടു ഇംപ്ലിമെന്റ് ദാറ്റ് സോഫ്റ്റ്വെയർ ഓർ നോട്ട്. അതാണ് ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ ആകുക. നിങ്ങളെ നേരെ ഡിസിഷൻ മേക്കിംഗ് റോൾസിലേക്ക് മാത്രമേ പ്ലേസ്ഡ് ആവുള്ളൂ. അതുകൊണ്ടാണ് എന്തൊക്കെ ചേഞ്ചസ് സംഭവിച്ചാലും അതിന് കോംപ്ലിമെന്ററി ആയിട്ട് നിൽക്കുന്നത്. ഈ പറഞ്ഞ ഓട്ടോമേഷനും ടെക്നോളജിയും വർക്ക് ഫോഴ്സ് ചിലപ്പോൾ റെഡ്യൂസ് ചെയ്യുമായിരിക്കും, ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുമായിരിക്കും, ഡേറ്റ നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യുമായിരിക്കും. പക്ഷേ ഒരിക്കലും ഡിസിഷൻസ് എടുക്കാൻ സാധിക്കത്തില്ല. ഡിസിഷൻസ് എടുക്കണമെങ്കിൽ ഹ്യൂമൻ ബ്രെയിനും ഹ്യൂമൻ ഇമോഷൻസും വേണം, എങ്കിൽ മാത്രമേ ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് വെയർ കൊമേഴ്സ് പ്രൊഫഷണൽസ് പ്ലേ. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യു ഗൈസ് ആർ അവെയർ, ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഒരുപാട് MBAs ഉണ്ട്, ചിലപ്പോൾ ലോയേഴ്സ് ഉണ്ടാവും, ഇങ്ങനെ പല പല മേഖലയിലുള്ള ആൾക്കാരുണ്ട്. ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്, കറക്റ്റായിട്ട് സാലറി കിട്ടാത്ത ആൾക്കാരുണ്ട്, അതായത് അവർ എടുത്ത ക്വാളിഫിക്കേഷന് പ്രോപ്പർ ആയിട്ടുള്ള സാലറി കിട്ടാത്ത ആൾക്കാരുണ്ട്, പഠിച്ചിട്ട് വേറെ ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം.
അത് അവരവരുടെ മേഖലയിൽ അവർക്ക് താല്പര്യമില്ലാത്ത കൊണ്ടല്ല, അവർക്ക് കിട്ടാത്തത് കൊണ്ട് പോയി വേറെ മേഖലയിൽ ജോലി ചെയ്യേണ്ടവരുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, ഒരു ACCA, ഒരു കമ്പനി സെക്രട്ടറി ജോലിയില്ലാത്ത അവസ്ഥ, കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യേണ്ട അവസ്ഥ, ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥ, വേറെ ഏതെങ്കിലും മേഖലയിൽ ജോലി തേടി പോകേണ്ട അവസ്ഥ, ഇങ്ങനെ ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ടോ? ക്യാൻ ഓൾ ഓഫ് യു റെസ്പോണ്ട് ക്വിക്ക്ലി? നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനെ കുറിച്ച് വെറുതെ കേട്ടിട്ടെങ്കിലും ഉണ്ടോ? നോ, ഡെഫിനറ്റ്ലി നോ, നോ. അതാണ് കൊമേഴ്സ് പ്രൊഫഷൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ഹാഫ് ആൻ അവർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ആഫ്റ്റർ +2 ആൻഡ് ആഫ്റ്റർ ഡിഗ്രി നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പറ്റുന്ന, along with ഡിഗ്രി ആണെങ്കിൽ പോലും യു ആർ ഏബിൾ ടു ഡു ദാറ്റ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രൊഫഷണൽ കോഴ്സുകളെ ഡീറ്റെയിൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ആർ യു ഗൈസ് റെഡി? റെഡിയാണോ എല്ലാവരും? ആർ യു ഗൈസ് റെഡി? യെസ്, വെരി ഗുഡ്. സോ ഐ വിൽ ഷെയർ മൈ സ്ക്രീൻ. എൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഐ വോണ്ട് ഓൾ ഓഫ് യു ടു റെസ്പോണ്ട്. ഓക്കെ, നിങ്ങൾ ചാറ്റ് ബോക്സിൽ ആൽഫബറ്റ് C എന്ന് ടൈപ്പ് ചെയ്യണം. ഇഫ് യു ക്യാൻ സീ മൈ സ്ക്രീൻ, നിങ്ങൾ ആൽഫബറ്റ് C എന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. So the first course that I want to tell you about is called Chartered Accountancy. Definitely നിങ്ങൾ എല്ലാവരും ചാർട്ടേഡ് അക്കൗണ്ടൻസിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കേട്ടിട്ടുണ്ടാവും. ഒരു ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഫൈനാൻസ് പ്രൊഫഷണൽ കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ എ പാർലമെന്ററി ബോഡി കോൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. പാർലമെന്ററി ബോഡി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമപരമായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫഷണൽ ബോഡിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഓക്കെ, ആൻഡ് ആഫ്റ്റർ യുവർ 12th സ്റ്റാൻഡേർഡ് 5 വർഷമാണ് CA ചെയ്യാൻ വേണ്ട ഡ്യൂറേഷൻ. 12th സ്റ്റാൻഡേർഡിന് ശേഷം 5 വർഷത്തോളമാണ് CA ചെയ്യാൻ വേണ്ട ഡ്യൂറേഷൻ. ഈ 5 വർഷത്തിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ 2 വർഷം പഠിക്കും, നിങ്ങൾ 3 വർഷം ജോലി ചെയ്യും. നിങ്ങൾക്ക് പഠിക്കാനുള്ളതിന് 3 ലെവൽസ് ഉണ്ട്. ഒരു ഫൗണ്ടേഷൻ ലെവൽ ഉണ്ട്, ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ ഉണ്ട്, ഒരു ഫൈനൽ ലെവൽ ഉണ്ട്. 3 ലെവൽസ് ദാറ്റ് യു നീഡ് ടു ക്വാളിഫൈ. ഈ ഫൗണ്ടേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക്സ്, നിങ്ങളുടെ 11th 12th അക്കൗണ്ടൻസി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഫൈനൽ ലെവലിലേക്ക് വരുമ്പോൾ അഡ്വാൻസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഇൻഫർമേഷൻ സിസ്റ്റംസ് ഓഡിറ്റ്, അഡ്വാൻസ്ഡ് ഓഡിറ്റിംഗ്, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്, ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളിലേക്കൊക്കെ കടക്കും. നിങ്ങൾക്ക് ഫൈനാൻസ്, അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ലോ, ബിസിനസ് ലോസ് ആൻഡ് കോർപ്പറേറ്റ് ലോ, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നിങ്ങൾ ഒരു എക്സ്പേർട്ടായി മാറും. ഇത് കൂടാതെ 3 വർഷം യു വിൽ ബി വർക്കിംഗ് അണ്ടർ എ പ്രാക്ടീസിംഗ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. നിങ്ങളുടെ കമ്പൽസറി പ്രാക്ടിക്കൽ ട്രെയിനിങ്, കമ്പൽസറി ഇന്റേൺഷിപ്പ് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ഇറ്റ് ഇസ് കോൾഡ് ആർട്ടിക്കിൾഷിപ്പ്. സോ ആഫ്റ്റർ യുവർ +2 യു വിൽ ഡു യുവർ CA ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ യു വിൽ ഡു ഇന്റർമീഡിയറ്റ്, ഇന്റർമീഡിയറ്റ് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആൻഡ് ദെൻ CA ഫൈനൽ എക്സാമിനേഷൻസ്. ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനും ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിനും CAക്ക് ജോയിൻ ചെയ്യാം. അലോങ് വിത്ത് യുവർ ഡിഗ്രി യു ക്യാൻ ഡു ചാർട്ടേഡ് അക്കൗണ്ടൻസി. ഓക്കെ, ഡിഗ്രിക്ക് ശേഷമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഫൗണ്ടേഷൻ ലെവൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. യു ക്യാൻ സ്റ്റാർട്ട് ഡയറക്ട്ലി വിത്ത് യുവർ ഇന്റർമീഡിയറ്റ് ലെവൽ. ബട്ട് നിങ്ങൾ ഡിഗ്രി ചെയ്യാൻ പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഐ റെക്കമെൻഡ് യു ടു ഡു CA ഫൗണ്ടേഷൻ. ബിക്കോസ് 6 മാസത്തെ ഒരു കോഴ്സാണ് CA ഫൗണ്ടേഷൻ. ആൻഡ് CA ചെയ്യാൻ ഇത്രയധികം ഡ്യൂറേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല. യു ക്യാൻ സ്റ്റാർട്ട് യുവർ ഫൗണ്ടേഷൻ അലോങ് വിത്ത് യുവർ ഡിഗ്രി. ക്വാളിഫൈ ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി ഇന്റർമീഡിയറ്റും സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. സോ യു വിൽ ബി സേവിങ് എ കപ്പിൾ ഓഫ് ഇയേഴ്സ് ഇൻ ദാറ്റ് പ്രോസസ്. ഇനി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ 2 പാത്വേസ് ഉണ്ട്. നിങ്ങൾക്കൊന്നെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാം. ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഇറ്റ്സ് ലൈക്ക് സ്റ്റാർട്ടിങ് യുവർ ഓൺ ബിസിനസ്. നിങ്ങൾ നിങ്ങളുടേതായ ഓഫീസൊക്കെ സെറ്റപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ്സുകാർ നിങ്ങളുടെ ക്ലയൻസ് ആയിട്ടുണ്ടാകും. അവരെല്ലാവരും അവരവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തരും. അവർ ആ വർഷത്തെ പ്രോഫിറ്റും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും അക്കൗണ്ട്സും എല്ലാം നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തരും. യുവർ ഡ്യൂട്ടി ഇസ് ടു ഓഡിറ്റ് ദോസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇതെല്ലാം ഈ കാണിച്ചിരിക്കുന്ന പ്രോഫിറ്റും ഇതെല്ലാം ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് പറഞ്ഞ് നിങ്ങളുടെ റിപ്പോർട്ടിൽ നിങ്ങൾ സർട്ടിഫൈ ചെയ്ത് കൊടുക്കണം, സൈൻ ചെയ്ത് കൊടുക്കണം. നിങ്ങളത് ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർക്ക് അവരുടെ ടാക്സ് അടയ്ക്കാൻ പറ്റുള്ളൂ, അവർക്ക് അവരുടെ ബിസിനസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് ട്രൂ ആൻഡ് ഫെയർ അല്ല, ഇത് ഫ്രോഡ് ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താൽ പിന്നെ അവർ ബിസിനസ് പൂട്ടിക്കിട്ടുക, കേസിന്റെ പുറകെ പോവുക,
ഇതായിരിക്കും സിറ്റുവേഷൻ. ദാറ്റ് ഇസ് ദി പവർ ഓഫ് എ ചാർട്ടേഡ് അക്കൗണ്ടൻസ് സിഗ്നേച്ചർ. ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരുപാട് പ്രൊഫഷണൽ സർവീസസ് ചെയ്തു കൊടുക്കാം. നിങ്ങൾക്ക് ഇവരുടെ എല്ലാം ടാക്സ് മാനേജ് ചെയ്ത് കൊടുക്കാം, ഫൈനാൻസ് മാനേജ് ചെയ്ത് കൊടുക്കാം, ഇൻവെസ്റ്റ്മെന്റ്സ് മാനേജ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എല്ലാ മേഖലയിലും ഒരു എക്സ്പേർട്ട് ആയതുകൊണ്ട് ഒരുപാട് എക്സ്പേർട്ട് സർവീസസ് ചെയ്തു കൊടുക്കാം. അതിനെല്ലാം നിങ്ങൾക്ക് പ്രൊഫഷണൽ ഇൻകം ഏൺ ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങളിപ്പം മിയർലി ഒരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ പോലും, നിങ്ങൾ കൊടുക്കുന്ന ഒരു അഡ്വൈസ് പോലും നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. ബിക്കോസ് ഇറ്റ് ഇസ് എ പ്രൊഫഷണൽ അഡ്വൈസ്. നിങ്ങളുടെ ക്ലയൻസിന്റെ എണ്ണം കൂടുന്തോറും, നിങ്ങളുടെ ക്ലയൻസ് എത്ര വലിയ വലിയ ഓർഗനൈസേഷൻസ് ആകും തോറും നിങ്ങളുടെ ഏർണിംഗ് കപ്പാസിറ്റിക്ക് ഒരു ലിമിറ്റും ഉണ്ടാകില്ല. ദാറ്റ് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻ പ്രാക്ടീസ്. ഇനി അത് വേണ്ട, നിങ്ങൾക്ക് ജോലിക്ക് പോയാൽ മതി. ജോലിക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ സൈനിങ് അതോറിറ്റിക്കല്ല അവിടെ വാല്യൂ. അവിടെ നിങ്ങളുടെ എക്സ്പേർട്ട് നോളജ്, നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കിൽസ്, അതിനാണ് വാല്യൂ. ജോലിക്ക് പോയാൽ യു വിൽ ബി എൻ എംപ്ലോയി ഇൻ എൻ ഓർഗനൈസേഷൻ. പക്ഷേ അതൊരു എൻട്രി ലെവൽ ജോബ് ആയിരിക്കില്ല. നേരെ മാനേജ്മെന്റ് ലെവൽ പൊസിഷനിലേക്ക് മാത്രമേ പ്ലേസ്ഡ് ആവുള്ളൂ, അറ്റ്ലീസ്റ്റ് ഫൈനാൻസ് മാനേജർ ആൻഡ് അബവ്. കഴിഞ്ഞ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഡേറ്റ പ്രകാരം ഒരു ന്യൂലി ക്വാളിഫൈഡ് CAക്ക് വന്നിരിക്കുന്ന ലോവസ്റ്റ് സാലറി ഓഫർ ഇസ് 8 lakhs per annum, വർഷം 8 ലക്ഷം രൂപ. ദ ഹയസ്റ്റ് സാലറി ഓഫർ ഇസ് 72 lakhs per annum, 72 ലക്ഷം രൂപയാണ്. സോ ദാറ്റ് ഇസ് ദി capacity of becoming a chartered accountant. ലോജിക്കിനെ സംബന്ധിച്ചിടത്തോളം നാഷണൽ പാസ് പെർസെൻറ്റേജിനേക്കാൾ കൂടുതൽ റിസൾട്ട്സ്, റെഗുലർ ആയിട്ട് നടത്തുന്ന മോക്ക് എക്സാംസും, ചാർട്ടേഡ് അക്കൗണ്ടൻസി ക്വാളിഫൈ ചെയ്തിട്ടുള്ള ടീച്ചേഴ്സും, കൂടുതൽ സ്റ്റഡി അവേഴ്സും, ഓൺലൈൻ ബാച്ചസും റെഗുലർ ബാച്ചസും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും അവൈലബിൾ ആണ്. ആൻഡ് സോ ഫാർ നമുക്ക് 15 ഓൾ ഇന്ത്യ റാങ്ക് ഹോൾഡേഴ്സ് ആണ് CAക്ക് വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് വാട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഇസ് ഓൾ അബൌട്ട്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഡിഡ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസി? എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമുക്കൊരു Q&A സെഷൻ ടുവേർഡ്സ് ദി എൻഡിൽ എല്ലാം ഡീൽ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ can all of you respond in the chat option? Yes, very good, very good, very good. The next course that I want to tell you about is called CMA India, Cost and Management Accountancy India. Chartered Accountancy പോലെ തന്നെ മറ്റൊരു പ്രൊഫഷണൽ കോഴ്സ് ആണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി. It is regulated by another parliamentary body called Institute of Cost Accountants of India. നിങ്ങളുടെ +2 കഴിഞ്ഞാൽ 4 വർഷത്തോളമാണ് CMA ചെയ്യാൻ വേണ്ട ഡ്യൂറേഷൻ. ഓക്കെ, ലെറ്റ് മീ ഓൾ ആസ്ക് യു സംതിങ്. ഇവിടെ എത്ര കൊമേഴ്സ് സ്റ്റുഡൻസ് എത്ര പേരുണ്ട് ഇവിടെ? കൊമേഴ്സ് സ്റ്റുഡൻസ് എത്ര പേരുണ്ട് ഇവിടെ? കൊമേഴ്സ് സ്റ്റുഡൻസിന് മാത്രമല്ല, ഈ കോഴ്സുകളെല്ലാം സയൻസ് സ്റ്റുഡൻസിനും ഒക്കെ ആപ്ലിക്കബിൾ ആണ്. ബട്ട് കൊമേഴ്സ് സ്റ്റുഡൻസ് 11 നിങ്ങളോട് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. What is the primary motive of doing a business? 11th standard business studies, first chapter, second page. Primary motive of doing a business, profit, definitely, right? To earn profit. അതിനു വേണ്ടിയാണ് ആൾക്കാർ ബിസിനസ് ചെയ്യുന്നത്. ഈ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഒന്ന്, നമ്മുടെ റവന്യൂ, നമ്മുടെ സെയിൽസ് നല്ല രീതിയിൽ കൂടണം. Am I correct? സെയിൽസ് നല്ല രീതിയിൽ കൂടണം, റൈറ്റ്? സെയിൽസ് കൂടിയാൽ മാത്രം മതിയോ? നമ്മുടെ എക്സ്പെൻഡിച്ചർ നല്ല രീതിയിൽ കുറയുകയും വേണം. Am I correct? എക്സ്പെൻഡിച്ചർ കുറയുകയും വേണം, സെയിൽസ് കൂടുകയും വേണം, റവന്യൂ കൂടുകയും വേണം. ഇനി ഈ എക്സ്പെൻഡിച്ചർ കുറയാൻ വേണ്ടി നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കുമോ? കോൾഗേറ്റ് നാളെ തീരുമാനിക്കുവാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ നമുക്ക് ശരിക്കും അങ്ങോട്ട് കുറയ്ക്കാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി അഫോർഡബിൾ റേറ്റിൽ എല്ലാവർക്കും വിൽക്കാൻ സാധിക്കും. എന്നിട്ട് എല്ലാവരും ആ പല്ല് തേച്ചിട്ട് 2ാം ദിവസം പല്ല് എല്ലാവരുടെയും കൊഴിഞ്ഞു പോകുക. പിന്നെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവുക ആ ഓർഗനൈസേഷന്? നോ. അപ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുമ്പോഴും നമ്മുടെ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ ക്വാളിറ്റിയെ ഒരു തരത്തിലും എഫക്ട് ചെയ്യാൻ പാടില്ല. റൈറ്റ്? മിനിമം പോസിബിൾ കോസ്റ്റിൽ ബെസ്റ്റ് പോസിബിൾ ഔട്ട്പുട്ട് വരണമെങ്കിൽ ഹൈലി എഫിഷ്യന്റ് ആയിരിക്കണം. അവിടെയാണ് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി നല്ല രീതിയിൽ കൂടുന്നത്. ഇവിടെയാണ് ഒരു CMAയുടെ സ്കിൽ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഏതൊരു ഓർഗനൈസേഷന്റെയും എല്ലാ പ്രോസസ്, എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസിലും ഡീപ്പായിട്ട് ഇറങ്ങിച്ചെന്ന് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള സിസ്റ്റംസിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ, പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ, കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വിത്തൗട്ട് എഫക്റ്റിംഗ് ദ ക്വാളിറ്റി, പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യാൻ, ഇതാണ് CMAക്കാരുടെ ഏറ്റവും വലിയ സ്കിൽ. ഓക്കെ, CAയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ 3 ലെവൽസ് ആണ് CMAക്കുള്ളത്. ആഫ്റ്റർ യുവർ +2 there is a CMA ഫൗണ്ടേഷൻ, there is an intermediate and a final level. 3 വർഷത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കമ്പൽസറി ആണ് CMAക്ക്. ഇനി ആഫ്റ്റർ യുവർ +2 യു ക്യാൻ ഡു CMA ഫൗണ്ടേഷൻ. CMA ഫൗണ്ടേഷൻ ചെയ്താൽ CMA ഇന്റർമീഡിയറ്റ് ചെയ്യാൻ എലിജിബിൾ ആകും.
CMA ഫൗണ്ടേഷന് പകരം there is an alternative course, it is called CAT, സർട്ടിഫിക്കറ്റ് ഇൻ അക്കൗണ്ടിങ് ടെക്നീഷ്യൻ എന്നാണ് അതിനെ പറയാ. CAT ചെയ്താലും CMA ഇന്റർമീഡിയറ്റ് ചെയ്യാൻ എലിജിബിൾ ആവും. അപ്പൊ എന്താണ് CATന്റെ പ്രത്യേകത? CAT കുറെ കൂടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. ഒരേപോലെ തിയറിയും പ്രാക്ടിക്കൽസും ഒരേപോലെ വരുന്ന കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് CAT, ആൻഡ് ഇറ്റ് ക്യാൻ മേക്ക് യു ജോബ് ഓറിയന്റഡ്. CAT ക്യാൻ മേക്ക് യു എലിജിബിൾ ടു ബിക്കം ആൻ അക്കൗണ്ടന്റ്. അതിന് വേണ്ട കറക്റ്റ് സ്കിൽ സെറ്റ് ആണ് CAT പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ CAT പഠിച്ചുകൊണ്ട് CMA ഫർദർ പെർസ്യൂ ചെയ്താൽ നിങ്ങളുടെ ഫൗണ്ടേഷന് മേലുള്ള നിങ്ങളുടെ ഗ്രിപ്പ് വളരെ സ്ട്രോങ് ആയിരിക്കും. So I recommend you to do CAT after your 12th standard to do CMA. Degree ചെയ്യുന്ന സ്റ്റുഡൻസിനാണെങ്കിലും you can do degree along with your CAT. വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും നിങ്ങൾക്ക് അങ്ങനെ CMA പെർസ്യൂ ചെയ്ത് പോയാൽ. ആൻഡ് ആഫ്റ്റർ ക്വാളിഫൈങ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ ജോലിക്ക് പോകാം, ജസ്റ്റ് ലൈക്ക് CA. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, ഒരു മാർക്കറ്റിംഗ് പർപ്പസസിന് വേണ്ടി നിങ്ങളോട് എനിക്ക് കള്ളം പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. Whatever a practicing CMA can do, a chartered accountant is already doing. Okay, and only a chartered accountant has the license to certify financial statements as true and fair. അതുകൊണ്ട് CA കാർക്ക് അവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. CMA കാർക്ക് ഡിമാൻഡ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, CA കാർക്ക് അവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഇപ്പോൾ CA കാറിൽ ഒരുപാട് പവേഴ്സും CMA കാർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുന്നുണ്ട്. They can sign cost audits, they can sign internal audits, they can sign GST ഫയലിംഗ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്യാം. ഒരുപക്ഷെ നിങ്ങൾ പഠിച്ച് ക്വാളിഫൈ ചെയ്ത് വരുമ്പോൾ കൂടുതൽ പവേഴ്സും CMAക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരും. ബട്ട് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് CA കാർക്ക് അവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഇനി പ്രാക്ടീസ് അല്ല, നിങ്ങൾ ജോലിക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു അവിടെ ഈ സൈനിങ് അതോറിറ്റിക്കല്ല വാല്യൂ, അവിടെ നിങ്ങളുടെ എക്സ്പേർട്ട് നോളജിനും സ്കിൽസിനും ലീഡർഷിപ്പിനുമാണ് വാല്യൂ. നിങ്ങൾ ജോലിക്കാണ് പോകുന്നതെങ്കിൽ a CA and a CMA will be treated equally, paid equally and valued equally. അതിൽ ആരാണോ കൂടുതൽ ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്നത് അവര് CFO ലെവലിലേക്കൊക്കെ വളരും. ഇൻ മൈ ഫസ്റ്റ് ജോബ് ഐ വാസ് ഫൈനാൻസ് മാനേജർ അറ്റ് കൈരളി TV at the age of 23. കൈരളി TVയുടെ സീനിയർ ഡയറക്ടർ ഓഫ് ഫൈനാൻസ്, അദ്ദേഹം ഒരു കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ സെവറൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ദാറ്റ് ഇസ് ദി അഡ്വാൻറ്റേജ് ഓഫ് CMA. ലോജിക്കിനെ സംബന്ധിച്ചിടത്തോളം നാഷണൽ പാസ് പെർസെൻറ്റേജിനേക്കാൾ കൂടുതൽ റിസൾട്ട്സും സോ ഫാർ 3 ഓൾ ഇന്ത്യ റാങ്ക് ഹോൾഡേഴ്സും കൂടുതൽ സ്റ്റഡി അവേഴ്സും CAയും CMAയും ക്വാളിഫൈ ചെയ്തിട്ടുള്ള ടീച്ചേഴ്സും റെഗുലർ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന മോക്ക് എക്സാംസും ഡിഗ്രിയുടെ ഒപ്പം CAT ചെയ്യാനുള്ള ഓപ്ഷൻസും ഓൺലൈൻ ബാച്ചസും റെഗുലർ ബാച്ചസും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് വാട്ട് CMA ഇസ് ഓൾ അബൌട്ട്. ക്ലിയർ ആണോ എല്ലാവർക്കും? CMA ക്ലിയർ ഫോർ എവറി വൺ? ശ്രദ്ധ, ടുവേർഡ്സ് ദി എൻഡ് നമുക്കെല്ലാം ഡീൽ ചെയ്യാം. ഓക്കെ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചോട്ടെ, നിങ്ങളിൽ എത്ര പേർക്ക് തിയറി സബ്ജക്ട്സ് പഠിക്കാൻ ഇഷ്ടമാണ്? പ്രോബ്ലം പേപ്പേഴ്സിനേക്കാൾ കൂടുതൽ തിയറി പഠിക്കാനാണ് ഇഷ്ടം? ക്യാൻ യു ഓൾ റെസ്പോണ്ട് വിത്ത് ആൻ ആൽഫബറ്റ് I ഇൻ ദി ചാറ്റ് ഓപ്ഷൻ? എല്ലാവരും ആൽഫബറ്റ് I എന്ന് പറഞ്ഞ് റെസ്പോണ്ട് ചെയ്യാവോ നിങ്ങൾക്ക് തിയറിയാണ് ഇഷ്ടമെങ്കിൽ? യെസ്, ഒരുപാട് പേരുണ്ട്. നിങ്ങൾ സ്പെഷ്യലി ശ്രദ്ധിച്ചിരുന്നു, നിങ്ങൾക്ക് വേണ്ടിയാണ് അടുത്ത കോഴ്സ്. ഇറ്റ് ഇസ് കോൾഡ് കമ്പനി സെക്രട്ടറിഷിപ്പ്. കോർപ്പറേറ്റ് ഇന്ത്യയിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഹൈലി പെയ്ഡ്, ഹൈലി റെസ്പെക്ടഡ് ജോബ്സിൽ ഒന്നാണ് കമ്പനി സെക്രട്ടറി. It is regulated by another parliamentary body called Institute of Company Secretaries of India. ഇതിന്റെ കോഴ്സ് ഡ്യൂറേഷൻ അറൌണ്ട് 2.5 ഇയേഴ്സോളം വരും. ഇത് കഴിഞ്ഞാൽ 15 മാസത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ് കൂടെയുണ്ട്. നിങ്ങൾക്ക് കൊമേഴ്സ് സ്റ്റുഡൻസിന് എസ്പെഷ്യലി ഒരു കമ്പനി എന്ന് പറയുമ്പോൾ യു വിൽ ഹാവ് എ ടോട്ടലി ഡിഫറെന്റ് അണ്ടർസ്റ്റാൻഡിങ്. എ കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ എൻറ്റിറ്റി, ഇറ്റ് ഹസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ലീഗൽ എക്സിസ്റ്റൻസ്. കമ്പനി ക്യാൻ സൂ ദി ഓണർ, ഓണേഴ്സ് ക്യാൻ സൂ ദ കമ്പനി. ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പനി, പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ് എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ. Can all of you respond? എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു കമ്പനിക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ലീഗൽ ബൗണ്ടറീസിനുള്ളിൽ നിന്നുകൊണ്ട് വേണം ഒരു കമ്പനി പ്രവർത്തിക്കാൻ. നിങ്ങളെല്ലാവരും ഇവിടെ നോൺ കൊമേഴ്സ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ +2 +1 ഒക്കെ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, നിങ്ങളെല്ലാവരും ഇന്ത്യൻ പീനൽ കോഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇഷ്ടംപോലെ സിനിമകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. IPC എന്ന് നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട്. കമ്പനി ലോ എന്ന് പറയും. ഈ കമ്പനീസ് ആക്ട് ആണ് ഒരു കമ്പനിയുടെ ബൈബിൾ, ദ ഗൈഡിങ് പ്രിൻസിപ്പിൾ. ഇത് കൂടാതെ വേറെ ഒരുപാട് ബിസിനസ് ലോസ് ഉണ്ട്. കോൺട്രാക്ട് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്, ഇന്ത്യൻ ലേബർ ലോ,
ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റ് ചെയ്യുന്ന കുറെ നിയമങ്ങൾ, അക്കൗണ്ടിങ്, കമ്പനി അക്കൗണ്ടിങ് റിലേറ്റ് ചെയ്യുന്ന നിയമങ്ങൾ, ഇങ്ങനെ കുറെ ലോസ് ഉണ്ട്. എ കമ്പനി സെക്രട്ടറി is an in-house legal expert who makes sure that the company operates within all these legal boundaries. ഒരു കമ്പനി സെക്രട്ടറി വരയ്ക്കുന്ന ലീഗൽ ബൗണ്ടറീസിനുള്ളിൽ നിന്നുകൊണ്ടായിരിക്കും ഒരു കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ ബിസിനസ് ഡിസിഷൻസിനെ അതിന്റെ ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും ലീഡ് ചെയ്യുന്ന പ്രൊഫഷണൽ ആയിരിക്കും കമ്പനി സെക്രട്ടറി. ഒരു കമ്പനിയുടെ എല്ലാ മീറ്റിംഗ്സും, വെദർ ഇറ്റ് ഇസ് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ, വിളിക്കുക പോലും ചെയ്യാതെ കയറിയിരിക്കാൻ നിയമപരമായിട്ട് അവകാശമുള്ള ഒരു പ്രൊഫഷണൽ ആയിരിക്കും കമ്പനി സെക്രട്ടറി. ബിക്കോസ് ഓഫ് ഓൾ ദാറ്റ്, എ കമ്പനി സെക്രട്ടറി ഈസ് ദി ഹയസ്റ്റ് എംപ്ലോയബിൾ പൊസിഷൻ ഇൻ എ കമ്പനി. നിങ്ങൾ ആ കമ്പനിയുടെ ഓണേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടാവുന്ന ഏറ്റവും ഹയസ്റ്റ് റാങ്ക് ആണ് ഇസ് ദാറ്റ് ഓഫ് എ CS. ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് ചിലപ്പോൾ CFO ആയിരിക്കും, ബട്ട് ഹയസ്റ്റ് റാങ്ക് ഇസ് ഡെഫിനറ്റ്ലി CS. 3 ലെവൽസ് ആണ് CS-നുള്ളത്. ഒരു എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് നിങ്ങൾ എഴുതണം. അത് കഴിഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ഉണ്ട്, ഒരു പ്രൊഫഷണൽ പ്രോഗ്രാം ഉണ്ട്, 15 months ഓഫ് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് CS-ന് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ CA-യുടെയും CMA-യുടെയും കേസ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ ജോലിക്ക് പോകാം. ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഓഫീസ് ഒക്കെ തുടങ്ങും. നിങ്ങൾക്ക് ഒരുപാട് കമ്പനീസ് നിങ്ങളുടെ ക്ലയൻസ് ആയിട്ടുണ്ടാകും. പ്രൊപ്പറേറ്റർഷിപ്സും പാർട്ണർഷിപ്സും ഒന്നുമല്ല, കമ്പനീസ് നിങ്ങളുടെ ക്ലയൻസ് ആയിട്ടുണ്ടാവും. അവർക്ക് എല്ലാവർക്കും പ്രൊഫഷണൽ ആൻഡ് ലീഗൽ സർവീസസ് ചെയ്തു കൊടുക്കാം, പ്രൊഫഷണൽ ഇൻകം ഏൺ ചെയ്തുകൊണ്ടിരിക്കാം. ഇനിയല്ല, ജോലിക്കാണ് പോകുന്നതെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ശ്രദ്ധ 22-ാം വയസ്സിൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ശ്രദ്ധയ്ക്ക് കിട്ടുന്ന ജോലി, യു ആർ നോട്ട് ആൻസറബിൾ ടു എനിവൺ ബട്ട് ദ ഹോൾ കമ്പനി ഇൻക്ലൂഡിംഗ് ദി ഓണേഴ്സ് ആർ ആൻസറബിൾ ടു. അതാണ് CS-ന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് കൂടാതെ CS ഞാൻ പറഞ്ഞു ഒരു ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. CS 15 വർഷം 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനി സെക്രട്ടറിക്ക് ഭയങ്കര വലിയ ഓപ്പർച്യൂണിറ്റീസ് വന്നു കയറും. നിങ്ങൾ എല്ലാവരും കൺസ്യൂമർ കോർട്ട് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. യു ഗൈസ് ആർ അവെയർ ഓഫ് കൺസ്യൂമർ കോർട്ട്, റൈറ്റ്? കൺസ്യൂമർ കോർട്ട് നിങ്ങൾ 9ാം ക്ലാസ് തൊട്ട് നിങ്ങൾ ഡിഗ്രി ലെവലിൽ വരെ പല സ്റ്റേജസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഒരു സ്പെഷ്യലൈസ്ഡ് കോടതിയാണ് കൺസ്യൂമർ കോർട്ട്. ഒരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയുള്ള പല പല ലെവൽസിലുള്ള കോടതിയാണ് കൺസ്യൂമർ കോർട്ട്, റൈറ്റ്? അതേപോലെ തന്നെ കമ്പനി ലോയ്ക്കും there is a specialized court. It is called National Company Law Tribunal, NCLT എന്ന് പറയും. It is a very specialized court. ഈ NCLT-യിലേക്ക് 15 to 20 years എക്സ്പീരിയൻസ് ഉള്ള ഒരു CS-ന് ഈ NCLT-യിലേക്ക് അപ്ലൈ ചെയ്യാം, ഒരു ജുഡീഷ്യൽ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാം. സെലക്റ്റഡ് ആവുകയാണെങ്കിൽ ദാറ്റ് പേഴ്സൺ ക്യാൻ ബിക്കം എ ജഡ്ജ്. കരിയറിന്റെ ഫസ്റ്റ് ഹാഫിന് ശേഷം കരിയറിന്റെ സെക്കൻഡ് ഹാഫ് ഒരു ജുഡീഷ്യൽ പവേഴ്സ് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ വളരെ ഗ്ലോറിയസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ വണ്ടി, ഒഫീഷ്യൽ വണ്ടിയും ഫ്രണ്ടിൽ ഒരു ബോർഡും ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അതാണ് CS-ന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, ലോജിക്കിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സ്റ്റഡി അവേഴ്സും റെഗുലർ ആയിട്ട് നടത്തുന്ന മോക്ക് എക്സാംസും CS-ഉം LLB-യും ക്വാളിഫൈ ചെയ്തിട്ടുള്ള ടീച്ചേഴ്സും ഓൺലൈൻ ബാച്ചസും റെഗുലർ ബാച്ചസും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഡിഗ്രിയുടെ ഒപ്പം CS ചെയ്യാനുള്ള ഓപ്ഷനും ലോജിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നാഷണൽ പാസ് പെർസെൻറ്റേജിനേക്കാൾ കൂടുതൽ റിസൾട്ട്സ് ആണ് ലോജിക്ക് സോഫാർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഡിഡ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് CS? CS എല്ലാവർക്കും ക്ലിയർ ആണോ? Is CS clear for everyone? Yes, very good, very good. ഇനി ഞാൻ 3 ഇന്ത്യൻ പ്രൊഫഷണൽ കോഴ്സസിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഈ 3 ഇന്ത്യൻ പ്രൊഫഷണൽ കോഴ്സസ് ക്വാളിഫൈ ചെയ്താൽ CA, CMA ഇന്ത്യ ഓർ CS നിങ്ങൾക്ക് പേരിന്റെ കൂടെ ടൈറ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ജോൺ കോശി പണിക്കർ CA ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഒഫീഷ്യലി ബിക്കം CA ജോൺ കോശി പണിക്കർ. സോന PS CMA ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബിക്കം CMA സോന PS. സഞ്ജന S CS ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബിക്കം CS സഞ്ജന S. നമ്മൾ പേരിന്റെ കൂടെ ഡോക്ടർ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ആൽഫബറ്റ് B എന്ന് ടൈപ്പ് ചെയ്യാം. അല്ല, ഇൻട്രസ്റ്റിംഗ് ആണ്, ഈ സെഷൻ വാല്യുബിൾ ആണെങ്കിൽ A എന്ന് ടൈപ്പ് ചെയ്യാം. ക്യാൻ ഓൾ ഓഫ് യു റെസ്പോണ്ട്? ഓ താങ്ക് യു. ചിലർ എനിക്ക് സ്മോൾ ലെറ്റർ ചെയ്യാണല്ലോ തരുന്നത്, അതെന്ത് പറ്റി?
ഓക്കെ വെരി ഗുഡ് ഒരാൾ 5-6 അടിച്ചു തന്നു. ഓ വെരി ഗുഡ്, താങ്ക് യു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് 2-3 ഇന്റർനാഷണൽ പ്രൊഫഷണൽ കോഴ്സസ് കൂടെ പരിചയപ്പെടുത്തി തരാം. 2-3 ഗ്ലോബൽ പ്രൊഫഷണൽ കോഴ്സസ് കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആർ യു ഗൈസ് റെഡി? റെഡിയാണോ എല്ലാവരും? യെസ്, വെരി ഗുഡ്. The first course that I want to tell you about is called CMA USA, Certified Management Accountancy USA. ഞാൻ CMA ഇന്ത്യനെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു അത്? കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി ഇന്ത്യനെ കുറിച്ച് പറഞ്ഞു. This is the US version of that. It is called Certified Management Accountancy USA. ഓക്കെ, ലോകത്ത് ഒരുവിധം എല്ലാ രാജ്യങ്ങളിലും അവരവരുടേതായ മാനേജ്മെന്റ് അക്കൗണ്ടൻസി കോഴ്സുകൾ ഉണ്ടാവും. ഇന്ത്യയിൽ CMA ഉണ്ട്, UK സീമ ഉണ്ട്, ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് സീമ ഉണ്ട്. അങ്ങനെ അതിൽ അവരവരുടേതായ മാനേജ്മെന്റ് അക്കൗണ്ടൻസി കോഴ്സുകൾ ഉണ്ടാവും. ഇങ്ങനെ ലോകത്തെ എല്ലാ മാനേജ്മെന്റ് അക്കൗണ്ടൻസി കോഴ്സുകളുടെയും സ്റ്റാൻഡേർഡ് ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്ന കോഴ്സാണ് CMA USA, which means the course in the whole world. 100 വർഷമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റാറ്റസും റെപ്യൂട്ടേഷനും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ബോഡിയായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് USA ആണ് CMA USAനെ സർട്ടിഫൈ ചെയ്യുന്നത്, CMA USAനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്, അതായത് ഒരു ഗ്ലോബൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇന്ത്യയിൽ മാത്രം എടുത്ത് നോക്കിയാലും MBA ആയിട്ട് ഡയറക്റ്റ് കോമ്പറ്റീഷൻ ആണ് CMA USAക്കുള്ളത്. ഇന്ത്യയിൽ തന്നെ CMA USA പ്രൊഫഷണൽസിന് MBAനെക്കാട്ടിലും 40 to 60% ഹയർ സ്റ്റാർട്ടിംഗ് സാലറി ആണ് ഏൺ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇത്രയൊക്കെ ബെനിഫിറ്റ്സ് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? ലോകത്തെ നമ്പർ 1 മാനേജ്മെന്റ് അക്കൗണ്ടൻസി കോഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വേൾഡ് വൈഡ് വാല്യൂ ഉള്ള ഗ്ലോബൽ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ആണ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു. 100 വർഷമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ബോഡി, റെപ്യൂട്ടേഷൻ ഉള്ള ഒരു പ്രൊഫഷണൽ ബോഡി റെഗുലേറ്റ് ചെയ്യുന്ന കോഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇന്ത്യയിൽ മാത്രം എടുത്ത് നോക്കിയാലും MBAസിനെക്കാട്ടിലും 40 to 60% ഹയർ സ്റ്റാർട്ടിംഗ് സാലറി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അബ്രോഡിന്റെ കേസ് ഞാൻ പറയണ്ടല്ലോ. അപ്പൊ ഇത്രയൊക്കെ ബെനിഫിറ്റ് ഉള്ള ഒരു കോഴ്സ് ക്വാളിഫൈ ചെയ്തെടുക്കണമെങ്കിൽ ഏകദേശം എത്ര വർഷങ്ങൾ വേണ്ടി വരും? Can you all give me a guess? ഏകദേശം എത്ര വർഷങ്ങൾ വേണ്ടി വരും? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഓക്കെ വെരി ഗുഡ്. ചിലർ 3, ചിലർ 2, ചിലർ 1, ചിലർ 6, 2.5, ഇങ്ങനെ പല പല റേറ്റ്സ് പറയുന്നുണ്ട്. ഇതിൽ 1 പറഞ്ഞ കുട്ടികൾക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. 1 വർഷം 2 പാർട്സ് ആണ് CMA USAക്കുള്ളത്. ഒറ്റ വർഷം കൊണ്ട് ആ 2 പാർട്സും കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഫസ്റ്റ് ടൈം CMA USAനെ കുറിച്ച് കേൾക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ അതെന്ത് പരിപാടിയാ സാറേ, ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് 1 വർഷം എന്നൊക്കെ പറഞ്ഞാൽ, ലെറ്റ് മീ ടെൽ യു സംതിങ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് 100 വർഷമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ബോഡിയാണെന്ന് ഞാൻ പറഞ്ഞു. എന്ന് കരുതി അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഈ 100 വർഷത്തെ പഴക്കമൊന്നുമില്ല. അവരെപ്പോഴും കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. They want you to have different type of experiences. ഒരുപാട് വർഷം പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസുകൾക്കാണ് അവർ വാല്യൂ ചെയ്യുന്നത്. CMA USA is designed in such a way that CMA USA ക്വാളിഫൈ ചെയ്തെടുക്കണമെങ്കിൽ, കംപ്ലീറ്റ് ചെയ്തെടുക്കണമെങ്കിൽ 3 ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. 1, you need a bachelor's degree, preferably BCom. You need a bachelor's degree. 2, you need to complete both parts of CMA USA. And 3, you need 2 years of work experience. Internship അല്ല, actual work experience. ഈ 3 കണ്ടീഷൻ മീറ്റ് ചെയ്യുമ്പോഴാണ് CMA USA പ്രോഗ്രാം കംപ്ലീറ്റ് ആവുന്നത്. ഇതാണ് ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ ഫ്ലെക്സിബിലിറ്റി. ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചോട്ടെ, ഇപ്പൊ പ്ലസ് ടു ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഓക്കെ, മാർച്ച് 2022 നിങ്ങളുടെ പ്ലസ് ടു കഴിയും. മാർച്ച് 2022 എന്ന് പറയുന്ന വർഷത്തിൽ നിങ്ങൾക്ക് എത്ര വയസ്സാകും? ക്യാൻ ഓൾ ഓഫ് യു റെസ്പോണ്ട്? പ്ലസ് ടു കഴിയുന്ന വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര വയസ്സായിരുന്നു, അല്ലെങ്കിൽ എത്ര വയസ്സാകും? Can all of you respond quickly? 18, right, 18. ചിലപ്പോൾ 17 ഉണ്ടാവും, ചിലപ്പോൾ 19 ഉണ്ടാവും, എന്നാലും ഒരു ആവറേജ് 18. അങ്ങനെ നിങ്ങൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് 3 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യുവാണ്. 3 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി കൂടെ കഴിയുമ്പോൾ എത്ര വയസ്സായി? ഇപ്പൊ എത്ര വയസ്സായി? 21, റൈറ്റ്.
ബാച്ചിലേഴ്സ് ഡിഗ്രി കൊണ്ട് എന്തെങ്കിലും ആയോ? ബാച്ചിലേഴ്സ് ഡിഗ്രി മാത്രം ചെയ്തുകൊണ്ട് എന്തെങ്കിലും ആയോ? നോ നോ. അപ്പൊ നിങ്ങൾ വളരെ മിടുക്കരായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു 2 വർഷം. ഇപ്പൊ എത്ര വയസ്സായി? പോസ്റ്റ് ഗ്രാജുവേഷനും കൂടെ കഴിഞ്ഞിട്ട് എത്ര വയസ്സായി? 23. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. നിങ്ങൾക്ക് എൽഡർ സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിനെ ഒക്കെ ശ്രദ്ധിച്ചാൽ, ചുറ്റുപാടൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒന്നെങ്കിൽ ഒരു എൻട്രി ലെവൽ ജോലിക്ക് കയറും, 1 വർഷം ജോലി ചെയ്യും, റിസൈൻ ചെയ്യും, എന്നിട്ട് ഇവർ ഹയർ സ്റ്റഡീസിന് പോകും. അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ നേരെ ഹയർ സ്റ്റഡീസിന് പോകും. പക്ഷേ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാലും തുടർന്ന് പഠിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. ആം ഐ കറക്റ്റ്? ക്യാൻ ഓൾ ഓഫ് യു റെസ്പോണ്ട്? ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യാമോ? തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറയാം, നോ പ്രോബ്ലം. യെസ്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, റൈറ്റ്? അങ്ങനെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് 2 വർഷത്തെ ഹയർ സ്റ്റഡീസ് കൂടെ ചെയ്തു. ഇപ്പൊ എത്ര വയസ്സായി? 25. എൻ്റെ പൊന്നാതിര, അനു, നന്ദന, ആസിഫ്, അമൃത, സോന, മാർട്ടീന, ധന്യ, ഇവിടെ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, ജോൺ കോശി പണിക്കർ, അക്ഷയ്, പ്രൈസി, നിങ്ങൾ എല്ലാവരും 25 വയസ്സ് കഴിഞ്ഞിട്ട് 26-ാം വയസ്സിലാണോ നിങ്ങളൊരു ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? ക്യാൻ ഓൾ ഓഫ് യു റെസ്പോണ്ട്? നോ, ഡെഫിനറ്റ്ലി നോ, റൈറ്റ്? അവിടെയാണ് CMA USA ഏറ്റവും വലിയ ഫ്ലെക്സിബിലിറ്റി ഇരിക്കുന്നത്. Edwin, after your +2, you can do CMA USA along with BCom. Logic BCom with CMA USA ചെയ്യാനുള്ള ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. You can do CMA USA along with your BCom. BCom തീരാൻ 3 വർഷം, CMA USAയുടെ 2 പാർട്സ് തീരാൻ 1 വർഷം. You are doing it together. At the age of 21, എഡ്വിന്റെ കയ്യിൽ ഒരു ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. എന്ത് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്? ഗ്ലോബൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്. അത് വെച്ചുകൊണ്ട് എഡ്വിന് ഇന്ത്യയിൽ നേരത്തെ അരുൺ സാർ പറഞ്ഞ പോലെ ഡെലോയിറ്റ്, KPMG, EY, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലോ, ഗോൾഡ്മൻ സാക്സ് പോലെയുള്ള മൾട്ടിനാഷണൽ കമ്പനീസിലോ, അല്ലെങ്കിൽ എഡ്വിന് വേണമെങ്കിൽ അബ്രോഡ് പോയിട്ടാണെങ്കിലും ഗൾഫ് കൺട്രീസിലോ US-ലോ ഒക്കെ പോയിട്ടാണെങ്കിലും യു ക്യാൻ വർക്ക്. 2 വർഷം നല്ല പൊസിഷനിൽ വർക്ക് ചെയ്യാം, നല്ല സാലറി ഏൺ ചെയ്യാം. 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് കൂടെ കഴിഞ്ഞാൽ IMA നോട്ടിഫൈ ചെയ്താൽ യു വിൽ ഒഫീഷ്യലി ബിക്കം എഡ്വിൻ ജോൺ CMA USA. പേരിന്റെ കൂടെ ടൈറ്റിൽ കൂടെ ആഡ് ചെയ്യാം. ഏത് പ്രായത്തിൽ? അറ്റ് ദി ഏജ് ഓഫ് 23. എഡ്വിന്റെ ഫ്രണ്ട്സ് എല്ലാവരും അടുത്ത് ഇനി എന്ത് പഠിക്കണം, ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ യു ആർ ഓൾറെഡി എ വെൽ സെറ്റിൽഡ് പ്രൊഫഷണൽ. അതാണ് CMA USAയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി ഓൺലൈൻ എക്സാമിനേഷൻസ് ആണ് CMA USAക്ക്. 75% MCQസും 25% ഡിസ്ക്രിപ്റ്റീവുമായിട്ടുള്ള മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനെ പോലെ നെഗറ്റീവ് മാർക്കിങ്ങും CMA USAക്ക് വരുന്നില്ല. അയ്യോ, അതെന്താ സാറേ ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ എക്സാമിനേഷൻ ഒക്കെ നടത്തുന്നത്? ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, എന്തിനാ ഈ റിട്ടേൺ എക്സാമിനേഷൻ നടത്തുന്നത്? നിങ്ങൾ എല്ലാവരും +2-ഉം ഡിഗ്രിയും റിട്ടേൺ എക്സാമിനേഷൻസ് എഴുതുന്നുണ്ട്. എന്തുകൊണ്ട്? നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസിനും നിങ്ങളുടെ ഫൗണ്ടേഷനും നിങ്ങളുടെ ലേണിംഗ് സ്കിൽസും അത്രയധികം സ്ട്രോങ് ആവാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ റിട്ടേൺ എക്സാമിനേഷൻസ് എഴുതുന്നത്. നിങ്ങളൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷന് സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾ ആരും ഒരു പ്രൊഫഷണൽ ആയതിനു ശേഷം ഈ പറഞ്ഞ ബാലൻസ് ഷീറ്റ് ഇരുന്ന് വരയ്ക്കാനോ എഴുതാനോ ഒന്നും പോകുന്നില്ല. നിങ്ങൾ ഡിസിഷൻ മേക്കിംഗ് റോൾസിലേക്ക് മാത്രമേ പ്ലേസ്ഡ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഓൺലൈൻ എക്സാമിനേഷൻസ് കേസ് സ്റ്റഡി ഓറിയന്റഡ്, കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാമിനേഷൻസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് കൂടാതെ ലോജിക് എന്ന് പറയുമ്പോൾ IMAയുടെ ഇന്റർനാഷണൽ പ്ലാറ്റിനം പാർട്ട്ണർ സ്റ്റാറ്റസ് ആണ് ലോജിക്കിനുള്ളത്. അതായത് പല ലെവൽസ് ഉണ്ട്, സിൽവർ പാർട്ട്ണർ ഉണ്ട്, ഗോൾഡ് പാർട്ട്ണർ ഉണ്ട്, ഹയസ്റ്റ് ലെവലാണ് പ്ലാറ്റിനം പാർട്ട്ണർ സ്റ്റാറ്റസ്. എന്തുകൊണ്ടാണ് IMAയുടെ പ്ലാറ്റിനം പാർട്ട്ണർ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ലോജിക്കിന് സാധിക്കുന്നത്? ഗ്ലോബൽ പാസ് റേറ്റിനേക്കാൾ കൂടുതൽ റിസൾട്ട്സ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം 400 to 500 അവേഴ്സ് കൊടുക്കുമ്പോൾ 1000-ഓളം സ്റ്റഡി അവേഴ്സ് ആണ് ലോജിക് CMA USAക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. IMA അപ്രൂവ് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് മാത്രമേ കൊടുക്കുകയുള്ളൂ. CMA ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഫാക്കൽറ്റീസ്, റെഗുലർ ആയിട്ട് നടത്തുന്ന മോക്ക് എക്സാംസ്, ഓൺലൈൻ ബാച്ചസ്, റെഗുലർ ബാച്ചസ്. നമ്മുടെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് വിങ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രി എക്സ്പേർട്സിനെ കൊണ്ടുവന്നിട്ടുള്ള ഇൻഡസ്ട്രി ട്രെയിനിങ്, കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സസ്,
മറ്റ് സോഫ്റ്റ് സ്കിൽസ് ആൻഡ് ഹാർഡ് സ്കിൽസിനുള്ള ട്രെയിനിങ് പ്രോഗ്രാം, ഇന്റർവ്യൂ ട്രെയിനിങ്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, ഇത്രയും CMA USA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഫാർ നമുക്ക് 2 വേൾഡ് റാങ്ക് ഹോൾഡേഴ്സ് ആയിരുന്നു കഴിഞ്ഞ വർഷം വരെയും. ജസ്റ്റ് ഈ ജൂൺ ഫസ്റ്റ് വീക്കിലും CMAയുടെ റിസൾട്ട്സ് വന്നു. ലോകത്ത് 10 റാങ്ക് ഹോൾഡേഴ്സിൽ 2 ഇന്ത്യക്കാരേ ഉള്ളൂ. 2 പേരും മലയാളികളാണ്, 2 പേരും ലോജിക് സ്റ്റുഡൻസ് ആണ്. സോ ദാറ്റ് ഇസ് ദി കപ്പാസിറ്റി ഓഫ് CMA USA. എല്ലാവർക്കും CMA USA ക്ലിയർ ആണോ? ഡൗട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമുക്ക് Q&Aയിൽ എല്ലാം ഒന്നിച്ച് ഡീൽ ചെയ്യാം കേട്ടോ. മീൻ വൈൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോളൂ. നമ്മുടെ ലോജിക് റെപ്രസെന്റേറ്റീവ് ഉണ്ട്, അവർ റിയൽ ടൈമിൽ റെസ്പോൺസ് തരും. ഓക്കെ, നാജിയ നാജിയ കേൾക്കുന്നുണ്ടല്ലോ? Najia, Needu, are you guys available? Okay. So, the next course that I want to tell you about is called ACCA UK, Association of Chartered Certified Accountants of United Kingdom. ഞാൻ ഇന്ത്യൻ CA കുറിച്ച് പറഞ്ഞു. ഇന്ത്യൻ CA കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ത്യൻ CAയുടെ ഒരു റെഗുലേറ്ററി ബോഡിയെ കുറിച്ച് പറഞ്ഞു, പാർലമെന്ററി ബോഡിയെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു അത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഒരു ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫൈനാൻസ് പ്രൊഫഷണൽ ബോഡി, ഹൈലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻസ് പ്രൊഫഷണൽ ബോഡിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അതേപോലെ തന്നെ UK അവരവരുടേതായ ഒരു ഒഫീഷ്യൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്. അതാണ് അവരുടെ ഒഫീഷ്യൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി. ബട്ട് നമ്മുടെ US ചാർട്ടേഡ് അക്കൗണ്ടൻസി ബോഡി പോലെ, ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി ബോഡി പോലെ അത്രയും പോപ്പുലർ ആയിട്ടില്ല UKയുടെ ഒഫീഷ്യൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി. സൈമൾട്ടേനിയസ് ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് ഒരു പ്രൊഫഷണൽ ബോഡി ഡെവലപ്പ് ചെയ്തു വന്നതാണ് ACCA, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് ഓഫ് യുണൈറ്റഡ് കിങ്ഡം. ആൻഡ് ACCAക്ക് എന്ത് സംഭവിച്ചു? അത് ലോകം മുഴുവൻ വൈഡ് സ്പ്രെഡ് ആയി. ACCA ലോകം മുഴുവൻ വൈഡ് സ്പ്രെഡ് ആയി. ലോകത്തെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സായി മാറി. ഇറ്റ് ഇസ് ACCA UK എന്ന് പറയുമെങ്കിലും ഇറ്റ് ഇസ് നോ ലോങ്ങർ കൺഫൈൻഡ് ടു എനി പെർട്ടിക്കുലർ കൺട്രി. അത് ഒരു ഗ്ലോബൽ പ്രൊഫഷണൽ കോഴ്സാണ്. നിങ്ങൾക്കത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു ഇന്റർനാഷണൽ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ആണ്. ഈ ഇന്റർനാഷണൽ, അതായത് ലോകം മുഴുവൻ വാല്യൂ ഉള്ള പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ആണ്. ഒരേ സമയത്ത് 5.5 ലക്ഷത്തോളം സ്റ്റുഡൻസും 2.25 ലക്ഷത്തോളം ക്വാളിഫൈഡ് മെമ്പേഴ്സും ഉള്ള 179 രാജ്യങ്ങളിൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷണൽ കോഴ്സാണ് ACCA. ഓക്കെ, 179 കൺട്രീസ്. പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ACCA കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് ഇന്ത്യയിൽ ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട് പ്രാക്ടീസ് ചെയ്യാൻ. പക്ഷെ ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ഇന്ത്യയിൽ മാത്രമേ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ, സൈനിങ് അതോറിറ്റി ഉള്ളൂ. ACCAക്ക് അങ്ങനെയല്ല, ഒരുപാട് രാജ്യങ്ങളിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. UK, അയർലൻഡ്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, പ്രിറ്റി മച്ച് ഓൾ യൂറോപ്യൻ കൺട്രീസ്, ജർമ്മനി, ഇറ്റലി ഒക്കെ ഉൾപ്പെടെ പ്രിറ്റി മച്ച് ഓൾ യൂറോപ്യൻ കൺട്രീസ്, ചില ആഫ്രിക്കൻ കൺട്രീസ്, ഇത് കൂടാതെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലും ACCAക്ക് പ്രാക്ടീസിങ് അതോറിറ്റി ഉണ്ട്. ഇനി അതല്ല ജോലിക്കാണ് പോകേണ്ടതെങ്കിൽ ഞാൻ പറഞ്ഞു 179 കൺട്രീസ്, ഇന്ത്യ ഉൾപ്പെടെ, നമ്മുടെ കൊച്ചു കേരളം ഉൾപ്പെടെ എല്ലാ വർഷവും ACCA പ്രൊഫഷണൽസ് ക്വാളിഫൈ ചെയ്തിട്ട് നല്ല നല്ല പൊസിഷൻസിൽ പ്ലേസ്ഡ് ആവുന്നുണ്ട്. മൾട്ടിനാഷണൽ കമ്പനീസിലും കാര്യങ്ങളിലും ഒക്കെ പ്ലേസ്ഡ് ആവുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഫോറിൻ ഡെപ്യൂട്ടേഷനിൽ എബ്രോഡ് പോയി വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഉൾപ്പെടെ നിങ്ങൾക്ക് ACCA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ദി ബെനിഫിറ്റ് ഓഫ് ACCA. ഓക്കെ, 2 ലെവൽസ് ആണ് ACCA കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഒരു ഫണ്ടമെന്റൽ ലെവൽ ഉണ്ട്, ഒരു പ്രൊഫഷണൽ ലെവൽ ഉണ്ട്. +2 ഏത് സ്ട്രീം എടുത്താലും ഈ ACCA ചെയ്യാൻ എലിജിബിൾ ആണ്. ആൻഡ് ഈ 2 ലെവൽസ് കൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ 2 to 2.5 ഇയേഴ്സ് ആണ് ഡ്യൂറേഷൻ വേണ്ടത്. ഇത് കൂടാതെ 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും ACCAക്ക് വേണം. ഞാൻ CMAക്ക് പറഞ്ഞ അതേ കാര്യം ACCAക്കും ആപ്ലിക്കബിൾ ആണ്. ആഫ്റ്റർ യുവർ 12th സ്റ്റാൻഡേർഡ് യു ക്യാൻ ഡു ACCA along with BCom. ACCA with BCom ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ലോജിക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ടുവേർഡ്സ് ദി എൻഡ് പറയാം. ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ലോജിക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആസിഫ് കരീം ആഫ്റ്റർ യുവർ +2 യു ആർ ഡൂയിങ് ACCA വിത്ത് BCom ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. ആസിഫ് കരീം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ you can complete both fundamental level and professional level along with your BCom.
ഇനി വേണ്ട, ആസിഫിന് കുറച്ച് സമയമൊക്കെ എടുത്ത് പഠിച്ചാൽ മതി. അറ്റ്ലീസ്റ്റ് ഫണ്ടമെന്റൽ ലെവലെങ്കിലും ആസിഫിന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. എന്നിട്ട് ഒരു വർഷം ബികോം കഴിഞ്ഞ് ഒരു വർഷം ടൈം എടുത്ത് പ്രൊഫഷണൽ ലെവലിൽ പഠിച്ചാൽ മതി. ദ പോയിന്റ് ഇസ് അറ്റ് ദി ഏജ് ഓഫ് 21 or at the age of 22, you can be a graduate as well as a qualified professional. അത് വെച്ചുകൊണ്ട് ആസിഫിന് ഞാൻ പറഞ്ഞു 179 countries ആസിഫിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. യു ക്യാൻ വർക്ക്, ഏൺ വെരി ഗുഡ് സാലറി, വർക്ക് എക്സ്പീരിയൻസ് കൂടെ കഴിയുമ്പോൾ യു വിൽ ഒഫീഷ്യലി ബിക്കം ആസിഫ് കരീം ACCA. സോ ദാറ്റ് ഇസ് ദി അഡ്വാൻറ്റേജ് ഓഫ് ACCA. ലോജിക്കിനെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബൽ പാസ് റേറ്റിനേക്കാൾ കൂടുതൽ റിസൾട്ട്സും 1500ഓളം സ്റ്റഡി അവേഴ്സും ഹൈലി ക്വാളിഫൈഡ് ACCA ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും റെഗുലർ ആയിട്ട് നടത്തുന്ന മോക്ക് എക്സാംസും ഓൺലൈൻ ബാച്ചസും റെഗുലർ ബാച്ചസും പിന്നെ നമ്മുടെ സ്റ്റെപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സസ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, എക്സൽ ട്രെയിനിങ്, കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സസ്, മോക്ക് ഇന്റർവ്യൂസ്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ACCAക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് വാട്ട് ACCA is all about. ക്ലിയർ ആണോ എല്ലാവർക്കും? Did you all understand ACCA? Did you all understand ACCA? Neetu, Najia, there are doubts in the chat option. Immediately ഒന്ന് ഹാൻഡിൽ ചെയ്യണേ, simultaneous ആയിട്ട് ഹാൻഡിൽ ചെയ്യണേ. The last course that I want to tell you about is called CPA USA, Certified Public Accountancy USA. നമ്മുടെ ഇന്ത്യൻ CA പോലെ ACCA പോലെ US-ന്റെ ചാർട്ടേഡ് അക്കൗണ്ടൻസി ആണ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി ഇക്വിവാലന്റ് ആണ് CPA എന്ന് പറയുന്നത്. CPA is a global professional certification. It is regulated by a highly prestigious institute called American Institute of Certified Public Accountants USA, AICPA USA. 4.5 ലക്ഷത്തോളം ക്വാളിഫൈഡ് മെമ്പേഴ്സ് ഉള്ള 143 കൺട്രീസിൽ വാല്യൂ ഉള്ള പ്രസൻസ് ഉള്ള പ്രൊഫഷണൽ കോഴ്സ് ആണ് CPA എന്ന് പറയുന്നത്. 100 വർഷമായിട്ട് പ്രൂവൻ റെപ്യൂട്ടേഷൻ ഫോർ ക്വാളിറ്റി ആൻഡ് എക്സലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊഫഷണൽ ബോഡിയാണ് CMA USA പോലെ തന്നെ IMA പോലെ തന്നെ ഒരു പ്രൊഫഷണൽ ബോഡിയാണ് AICPA എന്ന് പറയുന്നത്. CPAയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ it is considered as the biggest number 1 finance professional course in the whole world. Joel Gibi, if you are officially CPA Joel Gibi, then you are considered as the number 1 financial expert in the whole world. അതുകൊണ്ട് തന്നെ CPA ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് +2 കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞാലും ചില ബുദ്ധിമുട്ടുകളുണ്ട് CPA ചെയ്യാൻ. AICPAയുടെ കറക്റ്റ് പ്രകാരം ആഫ്റ്റർ ഇയർ 12 സ്റ്റാൻഡേർഡ് 150 ക്രെഡിറ്റ് അവേഴ്സ് ഓഫ് ലേണിംഗ് എങ്കിലും ഉണ്ടെങ്കിലേ CPA ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആവുള്ളൂ. ഈ 150 ക്രെഡിറ്റ് അവേഴ്സ് വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ, 4 ഇയേഴ്സ് ഓഫ് വർത്ത് ഓഫ് എഡ്യൂക്കേഷൻ എങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ കൊമേഴ്സ് ബാച്ചിലേഴ്സ് ഡിഗ്രീസ് എല്ലാം 3 വർഷത്തേക്കേ ഉള്ളൂ. ലോകം മുഴുവൻ 4 വർഷമാണ്, ഇന്ത്യയിൽ മാത്രം 3 വർഷത്തേക്കേ ഉള്ളൂ. There are a lot of educational reforms being proposed. അധികം വൈകാതെ തന്നെ 4 വർഷ ബാച്ചിലേഴ്സ് ഡിഗ്രീസ് കൊമേഴ്സിന് വരും. ബട്ട് ആസ് വി സ്പീക്ക് 3 വർഷ ഡിഗ്രീസ് ആണ് ഉള്ളത്. അതുകൊണ്ട് CPA ചെയ്യാൻ നിങ്ങൾക്ക് എലിജിബിൾ ആവണമെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞാൽ AICPA പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് കോഴ്സ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷന്റെ ഫസ്റ്റ് ഇയർ എങ്കിലും കംപ്ലീറ്റ് ചെയ്താലേ CPA ചെയ്യാൻ നിങ്ങൾക്ക് എലിജിബിലിറ്റി വരുമുള്ളൂ. പക്ഷേ എലിജിബിൾ ആയാൽ 4 പേപ്പറേ ഉള്ളൂ. ഒറ്റ വർഷം കൊണ്ട് നിങ്ങൾക്ക് ആ 4 പേപ്പറും കംപ്ലീറ്റ് ചെയ്തെടുക്കാം, ഒറ്റ വർഷം കൊണ്ട്. ലോജിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇവാലുവേഷൻ സപ്പോർട്ടും 700ഓളം സ്റ്റഡി അവേഴ്സും CPA ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഫാക്കൽറ്റി മെമ്പർ, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സും ടോപ്പിക് വൈസ് നടത്തുന്ന എക്സാമിനേഷൻസും ഓൺലൈൻ ബാച്ചസും റെഗുലർ ബാച്ചസും ലോകത്ത് CPAക്ക് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള ബെക്കർ ഇന്റർനാഷണൽ ടെക്സ്റ്റ് ബുക്സും ബെക്കറുടെ തന്നെ ഫ്രീ റെക്കോർഡ് ക്ലാസ്സസ് ആക്സസും നമ്മുടെ സ്റ്റെപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സസ്, എക്സൽ ട്രെയിനിങ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലോജിക്ക് CPAക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഫാർ 100% ആണ് നമ്മുടെ പാസ് റേറ്റ് CPAക്ക്. ക്ലിയർ ആണോ? Did you all understand CPA? Did all of you understand CPA? Can all of you respond? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കൊരു Q&A സെഷനിലേക്ക് നീങ്ങാം. 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. ഫസ്റ്റ്, ഫൈനാൻസ് പ്രൊഫഷണൽ കോഴ്സസ്. ഫൈനാൻസ് പ്രൊഫഷണൽ കോഴ്സസ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ,
ഒരു മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടി ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പാസ്സാവാന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അവരെ വിശ്വസിക്കരുത്. അവർ നിങ്ങളെ കൊണ്ടൊരു ട്രാപ്പിൽ പെടുത്തും. കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഇമ്പോസിബിൾ ആണോ? അല്ല. വളരെ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസ് തന്നെയാണ് ഫൈനാൻസ് പ്രൊഫഷണൽ കോഴ്സസ് ക്വാളിഫൈ ചെയ്ത് വരുന്നത്. വളരെ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസ്. വാട്ട് ഫൈനാൻസ് പ്രൊഫഷണൽ കോഴ്സസ് ഡിമാൻഡ് ഫ്രം യു? ഹാർഡ് വർക്ക് ആണോ എന്ന് ചോദിച്ചാൽ യെസ്, ടു എ സർട്ടൺ എക്സ്റ്റെന്റ്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഹാർഡ് വർക്ക് ഉണ്ട്. നമ്മൾ നമ്മുടെ പാഷനെ പ്രൊഫഷൻ ആക്കി മാറ്റിയാൽ യു ഡോണ്ട് ഹാവ് ടു വർക്ക് എ സിംഗിൾ ഡേ ഇൻ മൈ ലൈഫ് ഇൻ യുവർ ലൈഫ് എന്ന് പറയുമ്പോൾ അതിനെ അതിന്റെ ലിറ്ററൽ സെൻസിൽ എടുക്കരുത്. അതിനെ ഒരു ഫിഗറേറ്റീവ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് സെൻസിൽ എടുക്കാൻ പാടുള്ളൂ. ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ പാഷൻ പ്രൊഫഷൻ ആക്കി മാറ്റണമെങ്കിലും ഒരു സർട്ടൺ ലെവൽ ഓഫ് ഹാർഡ് വർക്ക് ഉണ്ട്. അതാണ് അതിന്റെ റിയാലിറ്റി. ഓക്കെ, സോ ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇനി സ്മാർട്ട് വർക്ക് ആണോ എന്ന് ചോദിച്ചാൽ ടു എ സർട്ടൺ എക്സ്റ്റെന്റ് അല്ല. ബിക്കോസ് ഫൈനാൻസ് പ്രൊഫഷണൽ കോഴ്സസിൽ ഒരു തരത്തിലുള്ള ഷോർട്ട് കട്ട്സും ഇല്ല. ഇറ്റ് ഇസ് സംതിങ് കോൾഡ് സിസ്റ്റമാറ്റിക് വർക്ക്. നിങ്ങൾ എല്ലാ ദിവസവും അന്നന്ന് പഠിപ്പിച്ച പോർഷൻ വീട്ടിൽ വന്നിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അന്നന്ന് പഠിപ്പിച്ച പോർഷൻ അന്നന്ന് തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ, അന്നന്ന് തന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നിങ്ങളെ പഠിപ്പിച്ച ഫാക്കൽറ്റി മെമ്പറിനെ വിളിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അസൈൻ ചെയ്ത അക്കാഡമിക് കോർഡിനേറ്ററിനെ വിളിച്ചോ ഡൗട്ട്സ് ക്ലിയർ ചെയ്തെടുക്കാൻ നിങ്ങൾ റെഡിയാണോ? എക്സാം സീസൺ ആകുമ്പോഴത്തേക്കും ഫുള്ളി അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? ഒരു 2-3 റിവിഷൻസ്, ഒരു 7-10 മോക്ക് എക്സാംസും ഒക്കെ എഴുതിയിട്ടാണ് നിങ്ങൾ പോയി എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇതിലേത് ഫൈനാൻസ് പ്രൊഫഷണൽ കോഴ്സും നിങ്ങളുടെ കയ്യിലിരിക്കും. ഇത് ചെയ്യാത്ത ആൾക്കാർക്ക് അയ്യോ ഇത് കിട്ടുന്നില്ല, അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആകുന്നു, നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. സെക്കൻഡ്ലി, ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാലിഡ് ഒപ്പീനിയൻ ആൻഡ് ഇൻവാലിഡ് ഒപ്പീനിയൻ. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾ വളരെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വാട്ട് ഇസ് എ വാലിഡ് ഒപ്പീനിയൻ ആൻഡ് വാട്ട് ഇസ് ആൻ ഇൻവാലിഡ് ഒപ്പീനിയൻ. ഇതിന്റെ ഒരു ഡിഫറൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിയായ ഒരു തീരുമാനം എടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഞാനിപ്പോൾ എങ്ങനെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാ, നമുക്കിപ്പോൾ എല്ലാ ഫാമിലിയിലും ഒരു അമ്മാവനുണ്ടാവും. അമ്മാവന്റെ വിചാരം അമ്മാവൻ എല്ലാ കാര്യങ്ങളും അറിയാം. അമ്മാവൻ വളരെ ആധികാരികമായിട്ടാണ് സംസാരിക്കുന്നത്. ആവശ്യമുള്ള കാര്യത്തിനും ഇല്ലാത്ത കാര്യത്തിനൊക്കെ കയറി അഭിപ്രായം പറയും. എല്ലാ കാര്യത്തിലും കയറി തലയിടും. അയ്യോ ആർച്ചേനെ CA-ക്കൊക്കെ വിടാനോ? അതൊന്നും വേണ്ട, ഒരുപാട് സമയം എടുക്കും അതൊക്കെ പാസ്സായി വരാൻ, അതൊക്കെ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കാനുള്ളതാണ്. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ വീട്ടിൽ കയറി വന്ന് പറയുന്ന ഒരു അമ്മാവനുണ്ട്. ഇറ്റ് ഈസ് എ കോമൺ ഫാക്ടർ ഇൻ എവറി ഫാമിലി. ഈ നിങ്ങളുടെ പ്രായത്തിലുള്ള പിള്ളേർ വാട്സാപ്പ് അമ്മാവൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കും. ഒരു കോമൺ ഫാക്ടറാണ്. ആം ഐ കറക്റ്റ്? ഇതുപോലെ കുറെ ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് ഒപ്പീനിയൻസ് പറയാം. നിങ്ങളുടെ ചില ഫ്രണ്ട്സ് ഉണ്ടാവും, എടാ മാഡം നമുക്ക് എല്ലാവർക്കും പോയി ഈ കോഴ്സിന് ചെയ്യാം, നമുക്ക് ഒന്നിച്ച് പൊളിക്കാം എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേട്ടുകൊണ്ട് നിങ്ങൾ ഓരോ തീരുമാനം എടുക്കാനോ തീരുമാനം മാറ്റാനോ ഒന്നും നിൽക്കരുത്. ഓക്കെ, വളരെ തെറ്റായിട്ടുള്ള സിറ്റുവേഷൻസിൽ കൊണ്ട് നിങ്ങളെ എത്തിക്കും. വാട്ട് എന്ന് കരുതി നിങ്ങൾ ആരോടും അഭിപ്രായം ചോദിക്കരുത്, അഡ്വൈസ് ചോദിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. വാട്ട് ഇസ് എ വാലിഡ് ഒപ്പീനിയൻ? നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഏത് മേഖല നിങ്ങൾ ചൂസ് ചെയ്താലും, നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി ചെയ്യാൻ തീരുമാനിക്കുകയാണ്, യുവർ ഫസ്റ്റ് വാലിഡ് ഒപ്പീനിയൻ വിൽ കം ഫ്രം എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. നിങ്ങൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് പോയി ചോദിക്കാം. ചാർട്ടേഡ് അക്കൗണ്ടന്റിന് അറിയാം ഈ സഞ്ചരിക്കുന്ന പാതയിലുള്ള ഡിഫിക്കൽട്ടീസ് എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്നും അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ക്വാളിഫൈ ചെയ്തത്. ആൻഡ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. സോ നിങ്ങളുടെ ഫസ്റ്റ് വാലിഡ് ഒപ്പീനിയൻ വിൽ ഓൾവേസ് കം ഫ്രം എ പേഴ്സൺ ഹു ഹാസ് ബീൻ ത്രൂ ദാറ്റ് ജേർണി. നിങ്ങളുടെ സെക്കൻഡ് വാലിഡ് ഒപ്പീനിയൻ, ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ സെക്കൻഡ് വാലിഡ് ഒപ്പീനിയൻ ആയിട്ട് എടുത്തു. ദിസ് ഇസ് മൈ പ്രൊഫഷൻ. ഈ കാര്യങ്ങളെല്ലാം പഠിക്കുക, മനസ്സിലാക്കുക, കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കുക. ദിസ് ഇസ് മൈ പ്രൊഫഷൻ. എങ്കിൽ പോലും നിങ്ങൾ ഇതിനെ ഒരു സെക്കൻഡ് വാലിഡ് ഒപ്പീനിയൻ ആയിട്ട് എടുക്കാം. പക്ഷേ ഈ 2 കാറ്റഗറിയിലും പെടാത്ത ബാക്കി എല്ലാ ഒപ്പീനിയൻസും യു ക്യാൻ കൺസിഡർ ആസ് ഇൻവാലിഡ് ഒപ്പീനിയൻ. ഈ ഡിഫറൻസ് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഡിസിഷൻസിൽ എടുക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്.